ശരിക്കും ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത് കർത്താവിൻ്റെ പ്രസംഗങ്ങളുടെ പഠിപ്പിക്കലുകളുടെ എല്ലാം ഒരു സ്കെൽറ്റനാണ്. അതിൽ മാംസം വെച്ചുപിടിപ്പിക്കുകയാണ് അപ്പോസ്തലന്മാർ പിന്നീട് ചെയ്യുന്നത്. കർത്താവ് എന്താണോ നമ്മൾ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത്, കർത്താവ് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്കിതൊന്നും ഗ്രഹിക്കാനുള്ള കഴിവില്ല, ഞാൻ പോയ ശേഷം ദൈവത്തിൻ്റെ ആത്മാവ്, കർത്താവിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വരും, അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞ സമയത്ത് ശിഷ്യന്മാർക്കൊന്നും ഇതൊന്നും കാര്യമായിട്ട് മനസ്സിലായില്ലായിരുന്നു. കാരണം കർത്താവ് പല സമയത്ത് അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, മനസ്സിലാകുന്ന രീതിയിലല്ലായിരുന്നു. വളരെ ലളിതമെന്ന് തോന്നിയാലും പിടികിട്ടാത്ത രീതിയിലാണ് കർത്താവ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഉദാഹരണത്തിന്, ആൾക്കൂട്ടത്തെ കാണുമ്പോൾ കർത്താവ് പറയുകയാണ്, വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, കുറേ വഴിയരികിൽ വീണു. അപ്പോൾ ശരി, ഓക്കെ. കുറേ പാറസ്ഥലത്ത് വീണു, ഓക്കെ. കുറേ മുള്ളിനിടയിൽ വീണു, ആഹാ. കുറേ നല്ല നിലത്ത് വീണു. നല്ല നിലത്ത് വീണത് 100, 60, 30 മേനിയായി വിളഞ്ഞു. മുള്ളിനിടയിൽ വീണത് ഞെരിഞ്ഞു പോയി. പാറമേൽ വീണത് ഉണങ്ങിപ്പോയി. വഴിയിൽ കിടന്ന് പറവ കൊണ്ടുപോയി. കർത്താവ് പോയി. ഇതെന്താ സംഭവം എന്നൊരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ആൾക്കാർ വിചാരിച്ചു കൃഷിപ്പണിയെക്കുറിച്ച് പഠിപ്പിക്കുകയാണോ, വിത്ത് വിതയ്ക്കുമ്പോൾ സൂക്ഷിച്ച് വിതയ്ക്കണം എന്നാണോ, എന്താ ഇതിൻ്റെ ഒരു പിടിയില്ല. പിന്നെ ആൾക്കാർക്ക് ഇത് എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അവർ കേട്ടു, സന്തോഷം, നല്ല രസമുണ്ടായിരുന്നു. വിത്ത് വിതയ്ക്കുന്ന കഥയായിരുന്നു. അതിൻ്റെ പൊരുളൊന്നും അറിഞ്ഞില്ല, ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ല. അവരവരുടെ പഠിക്ക് പോയി. നമുക്കൊരു 100 പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. അതിപ്പോൾ എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ശിഷ്യന്മാരങ്ങനെയല്ല. ശിഷ്യന്മാരുടെ ചെവിക്ക് വ്യത്യാസമുണ്ട്. യേശയ്യാവിൻ്റെ 50:4 പറയുന്ന പോലെ, എനിക്ക് ശിഷ്യന്മാരുടെ ചെവി നീ തന്നിരിക്കുന്നു, ഒരു ശിഷ്യന്മാർ കേൾക്കുന്നത് പോലെ കേൾക്കേണ്ടതിന്, നീ പറയുന്നതിൽ അതുപോലെ എനിക്ക് മനസ്സിലാകേണ്ടതിന് ശിഷ്യന്മാരുടെ ചെവി എനിക്ക് തന്നെ. അപ്പോൾ ശിഷ്യന്മാരുടെ ചെവിയുടെ പ്രത്യേകത, അത് വീണ്ടും വീണ്ടും ഇത് കേൾക്കാൻ ദാഹിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് രാത്രിയിൽ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്ക് വന്നിട്ട് പറയുകയാണ്, കർത്താവേ, നീ ഉപമയായിട്ട് സംസാരിച്ചു, ഇത്ര ആൾക്കാർ കൂടുമ്പം നീ ഉപമയായിട്ട് ആർക്കും ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ സംസാരിച്ചാൽ എങ്ങനെയുണ്ട്? ഞങ്ങൾക്കൊന്നും ഒരക്ഷരം പോലും മനസ്സിലാകുന്നില്ല. ഇതെന്താണ് സംഭവം? എന്താണ് ഈ വിതക്കാരൻ്റെ ഉപമ? അപ്പം നമുക്കിത് വളരെ എളുപ്പമാണ്. വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു, വിത്ത് വചനമാണ്, നമുക്കറിയാം. ഇപ്പോൾ കർത്താവ് അവർക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഞാനിങ്ങനെ ഉപമയായിട്ട് പറയാനുള്ള കാരണം ഇതെല്ലാവരും മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയാണ്. കേൾക്കുന്നവർക്കെല്ലാം ഇത് ഗ്രഹിക്കേണ്ട കാര്യമില്ല. അവർക്ക് വീട്ടിൽ പോയിട്ട് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് പുറകെ നടക്കുന്നവർക്ക് മാത്രം കിട്ടുന്നതാണെന്ന് അർത്ഥം. അതായത് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ പിന്നാലെ വീണ്ടും വീണ്ടും ചെന്ന് നോക്കി എന്നവർക്ക് കിട്ടുന്നത്. അല്ലാത്തവരിത് കേട്ടു പോയി. അപ്പോൾ ശിഷ്യന്മാർക്ക് ഇത് പൊരുൾ തിരിച്ച് കിട്ടാൻ വേണ്ടി അവർ രാത്രി മുഴുവൻ കർത്താവിൻ്റെ അടുത്തിരിക്കുന്ന അത്രമാത്രം സകലതിനെയും വിട്ട് കർത്താവിൻ്റെ കൂടെ ഇറങ്ങി നടക്കുന്തോറും നമുക്ക് ഈ പൊരുൾ തിരിഞ്ഞ് തിരിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും പഠിക്കില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ അക്കാഡമിക്കായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞിട്ട് കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞ വചനങ്ങളെല്ലാം നിങ്ങൾക്കിപ്പം മനസ്സിലാകത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതൊക്കെയല്ലേ സംഭവം. കർത്താവില്ല, ആത്മാവ് വരുമ്പം അവൻ നിങ്ങളത് ജീവനാക്കി പഠിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിയലാകും. നിങ്ങളുടെ ലൈഫിൽ അത് റിയലാകുമ്പോൾ നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാവും. അപ്പോൾ ആത്മാവ് വന്ന് ഇത് രണ്ടാമത് ഉറപ്പിക്കുമ്പോഴാണ് ഈ വചനമെല്ലാം ആൾക്കാർക്ക് ശരിക്കും അതിൻ്റെ പൊരുളിൽ പിടികിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ എഴുതിയത് ആത്മാവിനാൽ തന്നെ അത് മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് ഓരോ ഗിരിപ്രഭാഷണത്തിലുള്ള ഓരോ വാക്യങ്ങളുടെ, പ്രത്യേകിച്ച് ബിയാറ്റിറ്റ്യൂഡ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് ബൈബിളിലെ ഡോക്ട്രിൻ, അതായത് പുതിയ നിയമത്തിൻ്റെ ഉപദേശങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് പോകുന്നത് ഓരോന്നും. കാരണം ഇത് അടിസ്ഥാനം പറഞ്ഞിട്ട് കർത്താവ് പോയി, പരിശുദ്ധാത്മ വന്നിട്ടാണ് അതിന് ഓരോന്നിനെ ഡെപ്തിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ ഇന്നലെ കണ്ടത് 6-ാം വാക്യമാണ്. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഈ നീതിക്ക് വേണ്ടി വിശന്നും ദാഹിക്കുന്ന ആളുകൾ, നീതിക്ക് വേണ്ടി പരവേശപ്പെടുന്ന ആളുകൾ, നമ്മൾ പലപ്പോഴും ഈ നീതിക്ക് വേണ്ടിയുള്ള പരവേശം പല സ്ഥലത്തും കാണുന്നുണ്ട്. കേരളത്തിൽ എപ്പോഴും കേരളത്തെക്കുറിച്ച് ആൾക്കാർ പറയുന്നത് എവിടെ തിരിഞ്ഞാലും കൊടി കാണാവുന്ന ഒരു സ്ഥലമെന്നാണ്. പതാക, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു കൊടി കൊടുക്കാൻ. കാരണം നീതിക്ക് വേണ്ടിയാണ് അവർ കൊടി കുത്തുന്നത്. കാരണം മനുഷ്യൻ്റെ നീതി, നമുക്ക് നീതി. ഇപ്പോൾ കേരളത്തിലൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിലോ ട്രൈബിൽ നിന്നോ വരുന്ന ഒരാൾ ക്രിസ്ത്യാനിയായി മാറുന്നത് വരെ അയാൾക്ക് റിസർവേഷനുണ്ട്. എന്നാൽ അയാൾ എപ്പോൾ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനിയാകുന്നു അപ്പോൾ അയാളുടെ റിസർവേഷൻ നഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് ഭയങ്കര ക്രൂരതയാണല്ലോ, എന്തൊരു കഷ്ടമാണ്. ഒരാൾക്ക് വിശ്വാസിയായി കഴിഞ്ഞാൽ റിസർവേഷൻ നഷ്ടപ്പെടുന്ന മോശമല്ലേ. അപ്പോൾ നീതിക്ക് വേണ്ടി നമുക്കൊന്ന് പോരാടി നോക്കാം, ഗവൺമെൻറ്റിനോട് പറയാം. എന്താ പറയേണ്ടതെന്നറിയാം?
ഞങ്ങൾ പണ്ട് ജാതിയിൽ താഴ്ന്നവരായിരുന്നു, ഇപ്പോൾ ക്രിസ്ത്യാനിയായിട്ടും ജാതി പോയിട്ടില്ല, ഞങ്ങൾക്ക് അതിൻ്റെ റിസർവേഷൻ വേണം. അപ്പോൾ ഭരണഘടന എഴുതിയവരും നിയമസംഹിത എഴുതിയവരും പറഞ്ഞു ക്രിസ്ത്യാനികളുടെ ജാതിയില്ല, നമ്മളെ അവർ കണ്ടിട്ടില്ലായിരുന്നു. ക്രിസ്ത്യാനികളുടെ ജാതിയില്ല, അതുകൊണ്ട് അവർക്ക് റിസർവേഷൻ ആവശ്യമില്ല. ക്രിസ്ത്യാനികളുടെ ജാതി ഉണ്ടോ? എല്ലാവരുടെ ഉള്ളിൽ ഇത് കിടപ്പുണ്ട്. പക്ഷേ ജാതി ഇല്ല എന്നാണ് ഗവൺമെൻറ് വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് നീതിക്ക് വേണ്ടിയാണ് പോരാടേണ്ടത്? ഏത് നീതിക്ക് വേണ്ടിയാണ് നമ്മൾ ദാഹിക്കേണ്ടത്? ഗവൺമെൻറ് എല്ലാവർക്കും റിസർവേഷൻ കൊടുക്കാൻ വേണ്ടിയാണോ ദാഹിക്കേണ്ടത്? അതോ ദൈവത്തിൻ്റെ നീതി നമ്മളിൽ നിറവേറാൻ വേണ്ടിയാണോ ദാഹിക്കേണ്ടത്? നമുക്ക് എല്ലായിടത്തും ദൈവത്തിൻ്റെ ഒരു നീതിയുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞൊരു കാര്യം, ഭൂമിയിലെ നിലവാരം വെച്ച് നമ്മൾ പകുത്തു കൊടുക്കുന്നത് മനുഷ്യൻ്റെ നീതിയാണ്. എന്നാൽ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് സ്വത്ത് വിഭജനം തന്നെ ആയിക്കോട്ടെ. മാതാപിതാക്കൾ സ്വത്ത് വിഭജിക്കുന്നു. 2 പിള്ളേർ 5 ഏക്കർ വെച്ച് 10 ഏക്കറുള്ള വലിയൊരു മുതലാളിയായ അപ്പൻ 2ആയിട്ട് വീതിച്ചു കൊടുക്കുന്നു. അപ്പം ഇളയ മോന് 4 ഏക്കറും മൂത്തവന് 6 ഏക്കറും കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താ പറയുക, നമ്മൾ അനീതിയാണ്. നീതിയല്ല, ഈക്വലായിട്ട് കൊടുക്കേണ്ടതായിരുന്നു. അയാൾ ചെയ്തത് ശരിയായില്ല. അപ്പം മനുഷ്യനീതിയെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ദാഹിക്കാം. ഇനി ദൈവനീതിക്ക് വേണ്ടി ദാഹിച്ചു നോക്കി. എന്താണ് ദൈവത്തിൻ്റെ നീതി? നമ്മൾ ഇന്നലെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് നമ്മൾ ഇന്നലെ കണ്ടത്, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും. അപ്പോൾ ഏത് നീതിയെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തും നമ്മൾ കണ്ടത്? കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ജീവിക്കുമായിരുന്നു എന്നുള്ള വെളിപ്പാടിനെയാണ് നമ്മൾ പുതിയ നിയമത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. അതിനെയാണ് പരിജ്ഞാനം എന്നും പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് ക്രിസ്തു എൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തു ആ വീട്ടിലുണ്ടെങ്കിൽ എന്തായിരുന്നു നീതി? വിഭജിക്കാൻ നേരത്തെ കർത്താവ് എന്ത് പറഞ്ഞേനെ? നീ ഇതെല്ലാം വിട്ട് ദൈവത്തെ, കർത്താവിനെ പറയലേ? നിങ്ങൾ മിണ്ടുന്നില്ല, അതെന്താ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെ പറയും. ആ നീതിക്ക് വേണ്ടി ദാഹിക്കുമോ ആരെങ്കിലും? ആ നീതിക്ക് വേണ്ടി ദാഹിക്കുമോ? അതായത് കർത്താവായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള നീതിക്ക് വേണ്ടി നമ്മൾ ദാഹിക്കുമോ? അപ്പോൾ ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, വിശക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറയുമ്പോൾ, യേശുക്രിസ്തു എൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് ദാഹം, വിശപ്പും തോന്നണം. എനിക്ക് അങ്ങനെ ആകണമെന്നുള്ളൊരു പരവേശം തോന്നണം, ഒരു ഞരക്കം ഉള്ളിൽ ഉണ്ടാകണം. ആ ഞരക്കമാണ് ശരിക്കും ഇവിടെ പറയുന്ന ആ വിശപ്പും ദാഹവും. കർത്താവെ, ഞാൻ നിന്നെപ്പോലെ അല്ലല്ലോ, ആകുന്നില്ലല്ലോ എന്നുള്ള ഞരക്കം. ആ ദാഹിക്കുന്നവരെല്ലാം ദൈവം അകത്താണ് പ്രവേശിപ്പിക്കുന്നത്. അതായത് ഈ ദാഹം തന്നെയാണ് ഫെയ്ത്തായിട്ട് കർത്താവ് കാണുന്നത്. When I am hungry for God's righteousness, that hunger itself is the result of my faith. അപ്പോൾ നീതിക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവും നമ്മൾ പറയുന്നൊരു എളുപ്പമല്ല. നീതിക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവും ഞാൻ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ വേണ്ടിയുള്ള ദാഹമാണ്. കാരണം ഹീ ഈസ് മൈ റൈച്ചസ്നെസ്. സ്വർഗത്തിൽ ക്രിസ്തുവിനേക്കാൾ കുറഞ്ഞ ഒരു നീതിയും ചെലവാകുകയില്ല. അപ്പോൾ നീതിക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവും നമ്മുടെ ഉള്ളിൽ തരുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള തുടർച്ചയായ റെവലേഷനാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷകളിൽ ഒന്ന് യേശുക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. വാട്ട് വുഡ് ജീസസ് ഡു? ഈ വാട്ട് വുഡ് ജീസസ് ഡു, WWJD എന്ന് പറയുന്നത് അമേരിക്കയിലൊക്കെ ഒരു കാലത്ത് ഭയങ്കര പോപ്പുലറായിരുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു. ടീഷർട്ടിൻ്റെ ബാക്കിലുള്ള ആൾക്കാർ WWJD എന്ന് എഴുതി നടക്കുമായിരുന്നു. വാട്ട് വുഡ് ജീസസ് ഡു? ഇതെങ്ങനെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഒരു ചർച്ചിലൊരു പുതിയ പാസ്റ്റർ, എൻ്റെ മെമ്മറി ഇറ്റ്സ് നോട്ട് വെരി ഗുഡ് എന്ന് നിങ്ങൾക്കറിയാം, ഇത് പണ്ട് വായിച്ച കാര്യമാണ്. സോ ഇഫ് ദർ ആർ എറേഴ്സ് ഫോർഗിവ് മീ, മൈ മെമ്മറി സെർവ്സ് മീ വെൽ, ദിസ് ഈസ് ഹൗ ദ സ്റ്റോറി വെൻറ്റ്. ഒരു ദിവസം ഒരു ചർച്ചിലൊരു പുതിയ പാസ്റ്റർ ചാർജ് എടുക്കാൻ വന്നു. അപ്പോൾ പാസ്റ്റർ വിചാരിച്ചു ഈ ചർച്ചിലെ ആൾക്കാരെ ഒന്ന് പരീക്ഷിച്ചേക്കാം. അയാളൊരു ഭിക്ഷക്കാരൻ്റെ വേഷം കിട്ടി ഈ ചർച്ചിൻ്റെ വെളി വന്നിരുന്നു. അപ്പോൾ ആൾക്കാർ അങ്ങോട്ട് പാസ് ചെയ്യുന്നു, ഇങ്ങോട്ട് പാസ് ചെയ്യുന്നു. അയാൾ ജീവിച്ചിരിക്കുന്ന ഒരു പാസ്റ്ററാണ്. അയാളെ ഈ പുസ്തകം എഴുതി വാട്ട് വുഡ് ജീസസ് ഡു. ഇവരെല്ലാം ചർച്ചിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ഭയങ്കര ഒച്ചത്തിൽ പാട്ട് പാടുന്നു. ഈ ഇരിക്കുന്നവനെ ശ്രദ്ധിക്കുന്നില്ല. അയാൾ അവരുടെ പുതിയ പാസ്റ്ററാണ്.
അവസാനം പുള്ളിക്ക് മനസ്സിലായി പ്രസംഗമല്ലാതെ ഒന്നും നമ്മളെ കൊണ്ട് നടക്കത്തില്ല. അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രയത്നമായിരുന്നു വാട്ട് വുഡ് ജീസസ് ഡു എന്ന് ചിന്തിപ്പിക്കാൻ ആൾക്കാരെ. കർത്താവായിരുന്നു എൻ്റെ സ്ഥാനത്തെങ്കിൽ അത് നീതിക്ക് വേണ്ടിയുള്ളൊരു വിശപ്പാണ്. യു ആർ ഹംഗ്രിങ് ആഫ്റ്റർ ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. അപ്പോൾ അത് നടക്കണമെങ്കിൽ ആത്മാവിൻ്റെ തുടർച്ചയായ റെവലേഷൻ നമുക്ക് ലഭിക്കണം. പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാവെന്ന പേരിൽ നമ്മളിന്ന് വ്യാപാരങ്ങൾ പലതും കാണുന്നുണ്ടെങ്കിലും ഈ വ്യാപാരങ്ങളിലൊന്നും ക്രിസ്തുവിനെ കാണാനില്ലാത്തത് കൊണ്ട് ആത്മാവ് ഏതാണെന്ന് വിവേചിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതും ഇതേ ടെക്നിക്ക് തന്നെയാണ്. കാരണം 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നു, യേശു ക്രിസ്തുവിനെ കൺഫസ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവില്ലാതെ ഒരാൾക്ക് യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറയുവാൻ സാധിക്കുകയില്ല. അപ്പോൾ എപ്പോഴും യേശുവിൻ്റെ കർത്തൃത്വത്തെ ഉയർത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യൻ അവൻ്റെ ഗ്ലോറി എടുക്കും. എല്ലാ സമയത്തും ദൈവത്തിന് മഹത്വം കൊടുക്കണമെങ്കിൽ, എല്ലാ കോണ്ടക്സ്റ്റിലും നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ സാഹചര്യങ്ങളിലും കർത്താവിന് മഹത്വം കൊടുക്കണമെങ്കിൽ ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ പല സ്ഥലത്തും എൻ്റെ പല അനുഭവങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതും പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പലരും കേട്ടിട്ടുണ്ടാവും. എനിക്ക് ചില പ്രവചനങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രവാചകൻ എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു എയ്റോപ്ലെയിനിൽ ഇറങ്ങാൻ പറ്റാത്ത പോലത്തെ മിനിസ്ട്രി ഉണ്ടാവും. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര, കാളവണ്ടി പോയാലും എയ്റോപ്ലെയിനിൽ പോയാലും ഒരുപോലെയാണ് എന്ന് ആത്മാവിന് തോന്നുള്ളൂ. പക്ഷേ എയ്റോപ്ലെയിനെ നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്യുന്നത് കൊണ്ട്, ഇങ്ങനെയുള്ള ലോകത്തിൻ്റെ കാര്യങ്ങളെ നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ശുശ്രൂഷ അധികാരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് ഒന്നിൻ്റെ ആവശ്യമില്ല. നമുക്കറിയാം ഇത് പോകുന്ന എങ്ങോട്ടാണ്. ഈ ലോകത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന പ്രവചനങ്ങൾ, ലോകത്തെ മഹത്വവൽക്കരിക്കുന്ന, ലോകത്തിൻ്റെ കാര്യങ്ങളെ മഹത്വവൽക്കരിക്കുന്ന, അതിലേക്ക് നമുക്ക് ആസക്തി ഉണ്ടാക്കിപ്പിക്കുന്ന പ്രവചനങ്ങൾ, ശുശ്രൂഷകൾ. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തു എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതിലേക്ക് നടത്താൻ ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് നടത്തേണ്ടത് പ്രായോഗികമായി എവിടെ പോയാലും നല്ലതെന്നല്ല. പല ആൾക്കാർ എന്നോട് പണ്ട് തൃശ്ശൂരിൽ വെച്ച് ഞാനൊരു പ്രസംഗം കഴിഞ്ഞു രാവിലെ 9:30 തൊട്ട് 3 മണി വരെ ലോങ് പ്രസംഗമായിരുന്നു. സത്യം പറഞ്ഞ ആരും എനിക്ക് ആഹാരം പോലും തന്നില്ല, ചോദിച്ചില്ല, ഞാനും മിണ്ടിയില്ല. ഇതിങ്ങനെ അപ്പോൾ ഒരു 1:30 ആയപ്പം എനിക്ക് ടയേർഡായി, നിന്നും വന്നു. കുറച്ചുകൂടെ യങ് ആയിരുന്നുകൊണ്ട് കുറച്ച് നേരം നിൽക്കുമായിരുന്നു. 1:30 ആയപ്പം ഞാൻ നിർത്തട്ടെ എന്ന് വെച്ചാൽ പറഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞു. ഭയങ്കര കേൾവിയാണ്. 3:30 ആയപ്പോഴാണ് തീർന്നു കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, പ്രസംഗം ഭയങ്കര സൂപ്പറായിരുന്നു. അത് കേട്ടപ്പോഴും എനിക്ക് മനസ്സിലായി ഇവർക്കൊരു വകയും മനസ്സിലായിട്ടില്ല. ഞാൻ ശരിക്കും അവരോട് പറഞ്ഞത്, മനുഷ്യൻ്റെ നന്മ തിന്മകൾ നോക്കിയിട്ട് കാര്യമില്ല, നമ്മളെല്ലാം പോക്കാന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാം നരകത്തിൽ പോകുമെന്ന് പറയുമ്പോൾ പ്രസംഗം നന്നായിരുന്നു പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അതിനർത്ഥം അവരെന്താ ശ്രദ്ധിച്ചത്? അവരുടെ കാര്യം അവതാളത്തിലാണെന്ന് അവർ മൈൻഡ് ചെയ്യുന്നില്ല. അവരെന്താ നോക്കിയത്? അവർ നോക്കിയത് പ്രസംഗം കേൾക്കാൻ രസമായിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്കൊരു സംശയമുണ്ട് ബ്രദർ. ഞാൻ ചോദിച്ചു ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നി ശരിക്കും എന്തെങ്കിലും മനസ്സിലായവർക്കെല്ലാം എന്തെങ്കിലും സംശയം ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവനോട് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ മകൻ സ്കോളർഷിപ്പ് പാസ്സായി, US-ലും കാനഡയിലും പോകാനുള്ള സ്കോളർഷിപ്പ് അവന് പാസ്സായിട്ടുണ്ട്. ഇതിലെവിടെ പോകുന്നതാണ് ദൈവഹിതം എന്നൊന്ന് പ്രാർത്ഥിച്ച് പറയാമോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആൻറ്റി, ഒരു കാര്യം ഞാൻ തുറന്നു പറഞ്ഞാൽ, മുകളിലേക്ക് പോകുന്നതാണ് ദൈവത്തിൻ്റെ ഹിതം. ഇതിനിടയിൽ നിങ്ങൾ കാനഡയിലോട്ട് പോകണോ അമേരിക്കയിലോട്ട് പോകണമെന്ന് പറയാൻ എനിക്കറിയാൻ മേല. കാരണം അതിനൊക്കെ നിങ്ങൾ ഈ തൃശ്ശൂരിലിരിക്കുന്ന ഏതെങ്കിലും കൗൺസിലർ, എഡ്യൂക്കേഷൻ കൗൺസിലറോ ജോബ് കൗൺസിലറോ ചോദിക്കുക. എനിക്ക് സ്വർഗത്തിൽ പോകുന്ന വഴി മാത്രമേ അറിയത്തുള്ളൂ, എന്നെ വെറുതെ വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ഉപദേശി അങ്ങനല്ല പറയുന്നത്. സാധാരണഗതിയിൽ പ്രാർത്ഥിച്ച് നോക്കിയിട്ട് പ്രാർത്ഥിക്കാം അമ്മച്ചി എന്ന് പറഞ്ഞിട്ട് US-ൽ പോകുന്നതാണ് ദൈവഹിതം എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും അവർക്കൊരു ഫീലിംഗ്, ഒരു സുഖം. പക്ഷെ ദൈവത്തിന് US-ലും കാനഡയിലും കച്ചവടമൊന്നുമില്ല. ഗോഡ്സ് ഇൻട്രസ്റ്റ് ഈസ് ഓൺലി ഇൻ യുവർ സാങ്ക്ടിഫിക്കേഷൻ. God is not interested whether you are going to US or the UK or anywhere. കർത്താവിനൊരൊറ്റ ഉദ്ദേശമുള്ളൂ, യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരെ മാറുക. അത് കാനഡയിൽ പോയാലും UK പോയാലും US പോയാലും സൊമാലിയ പോയാലും സിറിയ പോയാലും ഇസ്രായേലിൽ പോയാലും ഇവിടെ വന്നാലും എവിടെ ഇരുന്നാലും God has only one intention, to make you like Jesus Christ.
അപ്പോൾ നീതിക്ക് വേണ്ടിയുള്ള ദാഹം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പോലെ ആകാനുള്ള ദാഹമാണ്. ക്രിസ്തുവിനെ പോലെ, കർത്താവിനെ പോലെ ചിന്തിക്കാനുള്ള യാഗമാണ്, ദാഹമാണ്, വിശപ്പാണ്. എനിക്കങ്ങനെ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുത്താൻ ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ സാധിക്കുള്ളൂ. എൻ്റെ ബുദ്ധിമുട്ട്, ഈ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടെന്ന് പറയുന്ന ആളുകൾ, ശുശ്രൂഷിക്കുന്ന ആളുകളൊന്നും ക്രിസ്തുവിലേക്കല്ല ഇന്ന് ലോകത്തിലേക്ക് വഴി കാണിക്കുന്നത് കൊണ്ട് അന്ത്യകാലത്ത് വളരെ സൂക്ഷിക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ്, അതായത് ആത്മാവിൻ്റെ ശുശ്രൂഷകളെ വളരെ സൂക്ഷിക്കേണ്ട, വിവേചിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് പ്രവചനമെന്നും പറഞ്ഞുകൊണ്ട് ഓരോ കാലത്ത് പോയിട്ട്, കഴിഞ്ഞ ദിവസം ഒരു സഹോദരിക്ക് പറ്റേ ആരാന്ന് എന്താണെന്നൊന്നും പറയുന്നില്ല, വേണം എനിക്ക് പറയാം, പക്ഷെ പറയുന്നില്ല. ബാംഗ്ലൂരിലെ വലിയൊരു പ്രവാചക പ്രസംഗകൻ്റെ അടുത്ത് പോയി തലേ കൈവച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി. പുള്ളി തലേ നല്ലപോലെ കൈവച്ചങ്ങ് പ്രാർത്ഥിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ പറയാണ്, എനിക്കിപ്പോഴാണ് ബോധം ഉണ്ടായത്. ആ പാസ്റ്റർ തലേ കൈവച്ചപ്പം എനിക്ക് ബോധം വന്നു. എൻ്റെ കൂടെ ഇപ്പം നടക്കുന്നയാൾ എൻ്റെ ഭർത്താവല്ല. എൻ്റെ ഭർത്താവ് 10,000-ങ്ങളെ മുമ്പിൽ പ്രസംഗിക്കുന്ന ഒരു വലിയ ശുശ്രൂഷകനാണ്. ഇയാളെൻ്റെ ഭർത്താവല്ല. മാനസിക പ്രശ്നമായിപ്പോയി. പിന്നെ എത്ര നാളത്തെ കൗൺസിലിങ്, ട്രീറ്റ്മെൻറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തെല്ലാം ആത്മാക്കളാണ്, ഏതെല്ലാം തരത്തിലുള്ള അന്യാഗ്നിയാണ് ഇതിനകത്ത് കത്തുന്നതെന്ന് വിവേചിക്കാൻ പോലും ആരുമില്ല. ഒരു കാര്യം ഉറപ്പാണ്, യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷ ഇന്ന് നമ്മുടെ ഇടയിൽ നടക്കുന്നതേ ഇല്ല. So we need to be beware of these charismatic experiences. കാരണം ക്രിസ്തു ഇല്ലാതെ ആത്മാവ് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അത് അപകടകരമാണ്. ആ സ്പിരിറ്റ്, ദാറ്റ് സ്പിരിച്വൽ എക്സസൈസ്, ദ സ്പിരിച്വൽ ട്രാൻസാക്ഷൻസ് ആർ ഡേഞ്ചറസ്. മല്ലപ്പള്ളിയിലെ ഒരു ചർച്ചിൽ ഞാൻ പറഞ്ഞില്ല, അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്ക് ഭൂതം ഇളകി. പാസ്റ്റർ ചോദിച്ചു, നീ എന്തോ അന്യഭാഷയിൽ ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നു? പുള്ളിക്കാർ പറഞ്ഞു, ഈ പാസ്റ്റർ നശിച്ചു പോണേ, സഭ മുടിഞ്ഞു പോണേന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അന്യഭാഷയിൽ. പാസ്റ്റർ യേശുവിൻ്റെ നാമത്തിൽ പോ പിശാച് എന്ന് പറഞ്ഞപ്പം ഈ പുള്ളിക്കാരി പറയാം, എന്നെ ഒരു വർഷം ഇവിടെ ഇരുത്താമെങ്കിൽ 25 പുതിയ ആത്മാക്കളെ ഞാൻ ഈ സഭയെ കൊണ്ടുവരാൻ, എന്നെ വിടല്ലേ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിനകത്ത് പലതും മാനസിക പ്രശ്നങ്ങളാണ്. ഈ ചിലത് കൈയടിക്കുമ്പോഴല്ലോ ആരോടൊക്കെയുള്ള വാശിക്ക് അടിച്ച് പൊട്ടിക്കുന്നത്. എന്ത് ചെയ്താലും കുഴപ്പമില്ല, നിങ്ങൾ തലയും കുത്തി നടക്കുന്ന ശുശ്രൂഷ കൊണ്ട് വന്നാലും ഒരു കുഴപ്പമില്ല. പക്ഷേ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്താത്ത എല്ലാം പോക്കാണ്. അതായത് ഏത് ആത്മാവിനെയും പരിശോധിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അവരെ വെളിപ്പെടുത്തുന്നത് ക്രിസ്തുവിനെ ആണോ എന്നുള്ളതാണ്. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടിയുള്ള ദാഹത്തിന് പകരം ഇന്ന് എക്സ്പീരിയൻസിന് വേണ്ടിയും എക്സ്റ്റസിക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയുമുള്ള ദാഹം. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇവർ ഈ അന്യഭാഷ പറഞ്ഞിട്ട് പ്രവചിക്കാൻ വേണ്ടി ഇറങ്ങുമ്പം അവർ ക്രിസ്തുവിനെ മറന്നു പോവുക. അവർ പിന്നെ പറയുന്ന മുഴുവൻ മഞ്ഞ് വീഴുന്ന ദേശത്തേക്ക് നിന്നെ പറത്തിക്കൊണ്ടു പോകുന്ന ദൈവം. ക്രിസ്തു എവിടെ പോയി? ഇനി വേറൊരു കാര്യം കൂടെ പറയാം. ഒരു 3-4 ദിവസത്തെ കൺവെൻഷൻ ഞാൻ പ്രസംഗിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം കൊയർ ഗ്രൂപ്പ് പാട്ടുപാടി ഭയങ്കര ലീഡിങ്ങാണ്. ഇവിടെ അങ്ങനത്തെ കുഴപ്പമില്ല, ചില ചർച്ചകളിൽ അത് ഭയങ്കര ലീഡിങ്. അവരങ്ങ് ലീഡ് ചെയ്ത് നമ്മളെ അങ്ങ് പറപ്പിച്ച് കളയും. ഇവരെ ആദ്യത്തെ ദിവസമായപ്പോൾ നല്ല പിള്ളേരാണ്, അതായത് 18-22 വയസ്സുള്ള പിള്ളേരാണ് ഈ വർഷിപ്പെല്ലാം നടത്തുന്നത്. അവർ പറയുന്ന മുഴുവൻ ഇന്നലെ നടത്തിയ ദൈവം, കഴിഞ്ഞ ആഴ്ച നടത്തിയ ദൈവം, ഇങ്ങനെ കുറേ ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അന്ന് വൈകിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ നല്ലപോലെ പാടുന്നുണ്ട്, നിങ്ങൾ യൗവനക്കാരാണ്, നിങ്ങൾ ആരാധന ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നാളെ വർഷിപ്പിൽ ഇടിയുമ്പം ഈ ഇന്നലെ നടത്തിയ മിനിയാ നടത്തിയ കഥ പറയാതെ 2000 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവിൻ്റെ കഥ പറ. എന്നിട്ട് യോഗ്യരല്ലാത്ത നമ്മളെ പിതാവിൻ്റെ മക്കളായി സ്വർഗത്തിലിരുത്തിയ ആ കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് പറ, യോഗ്യതകളെക്കുറിച്ച് പറ. അവർ ശരിയാ പാസ്റ്ററെങ്കിൽ അത് കറക്റ്റ് അങ്കിൾ പറഞ്ഞത്, നാളെ മുതൽ താങ്ക് യു എന്നൊക്കെ പറഞ്ഞവർ പോയി. പിറ്റേ ദിവസമായിട്ട് അവർ ഞാൻ പറഞ്ഞ പോലെ തന്നെ പഴയ പാട്ടുകളൊക്കെ എടുത്ത് സ്തോത്രം ചെയ്തു, കുഞ്ഞാടിനെ വർഷിപ്പ് ചെയ്തു. വൈകിട്ട് വന്ന് എന്നോട് പറയാം, പാസ്റ്ററെങ്കിൽ നടക്കുന്നില്ല. ഞാൻ എന്താ കാര്യം? ശരിയാകുന്നില്ല, ആരും അങ്ങ് ഉണരുന്നില്ല, ഞങ്ങൾ മടുത്തു. ഞാൻ അതുകൊണ്ട് പാസ്റ്ററെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ 3 പാട്ട് മറ്റേ രീതിയിലുള്ള പാടിയിട്ട് ഒരു പാട്ട് ഇതുപോലത്തെ പാടാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല അവിടെ.
ഇറ്റ്സ് എ റിയലി പതറ്റിക് സിറ്റുവേഷൻ. അവരെ ആര് വിചാരിച്ചാലും സാധിക്കത്തില്ല. കേരളത്തിലൊരു കർത്താവിന് വേണ്ടി ആ കർത്താവ് എന്നുള്ള വാക്ക് തന്നെ, ആ കർത്താവ് എന്ത് ചെയ്യുമായിരുന്നുള്ള ആ ചോദ്യം തന്നെ നമ്മളിൽ നിന്ന് അപ്രസക്തമായിരിക്കാം. കേരളത്തിലൊരു പ്രശസ്തനായ പ്രസംഗകൻ, അദ്ദേഹം പ്രസംഗിക്കുന്ന കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ശൈലിയുള്ള, നല്ല നിത്യതയെക്കുറിച്ച് മാത്രം പുള്ളി പ്രസംഗിക്കാറുള്ളൂ. സാധാരണ എപ്പോൾ 1 മണിക്കൂർ പ്രസംഗിച്ചാൽ അതൊരു അരമണിക്കൂറെങ്കിലും നിത്യതയെക്കുറിച്ചായിരിക്കും. അങ്ങനത്തെ ഒരാൾ പുള്ളിപ്പില്ല, ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം പബ്ലിക്, നമ്മുടെ ഈ റോഡരികിലുള്ള പ്രസംഗത്തിന് എന്താ പറയുക, നമ്മൾ പരസ്യോഗത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം പരസ്യോഗമായാലും പണ്ടൊക്കെ വെളിയിലുള്ളവർ കേൾക്കുമായിരുന്നു, ഇപ്പം വെളിയിലുള്ളവരാരും കേൾക്കുകയായിരുന്നു. ഈ പെന്തക്കോസുകാർ തന്നെയാണ് പോയിരുന്ന് ഈ പരസ്യോഗത്തിനും വചനം കേൾക്കുന്നത്. അപ്പോൾ കുറേ പെന്തക്കോസുകാർ അതുകൊണ്ട് മുമ്പ് ഇരിപ്പുണ്ട്. പരസ്യോഗമാണ്, പരസ്യമായിട്ടാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇന്ന് രാത്രി കർത്താവ് വന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര. ഞാൻ അത്ഭുതപ്പെട്ടു. മുമ്പിരിക്കുന്ന ഒരാളും ഒരു ഹല്ലേലൂയ സ്തോത്രം ഒന്നും പറയുന്നില്ല. അവർ സാധാരണ സ്വഭാവം അതല്ല. ഞാൻ പറയുമ്പോൾ ആരങ്ങനെ പറയാറില്ല, കാരണം ഞാൻ വൈബ്രേഷൻ കൊടുക്കാറില്ല. പക്ഷെ അദ്ദേഹം നല്ലപോലെ വൈബ്രേഷൻ കൊടുക്കുന്നതാണ്. പക്ഷെ ഒരാൾ പോലും ഹല്ലേലൂയ സ്തോത്രം പറയുന്നില്ല. ഞാൻ ഓർത്ത്, എന്താണ് ഇവർ മിണ്ടാത്തത്? ഈ പുള്ളി ചുമ്മാ അലറുന്നേ ഉള്ളൂ, ആരും മിണ്ടുന്നില്ല. അവസാനം 5 മിനിറ്റ് ആയപ്പം ആ പാസ്റ്റർ പറഞ്ഞു, നിങ്ങളുടെ വിഷയങ്ങൾ എന്തായാലും, എൻ്റെ ദൈവമേ, ആ നിമിഷം എന്തായിരുന്നു അവിടെ ഹല്ലേലൂയ സ്തോത്രം. അതിൽ മാത്രമേ ഈ ജനത്തിന് താല്പര്യമുള്ളൂ. അതുകൊണ്ട് ഈ പറയുന്നവരും പ്രസംഗിക്കുന്നവരും അവർ നാളെയും വിളിക്കണം എന്നുള്ളത് കൊണ്ടും, ഈ വിഷയങ്ങൾ എന്ന് പറയുന്ന വിഷയങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നാളെ വിളിക്കില്ല എന്നറിയാവുന്നതുകൊണ്ടും ഈ ആൾക്കാർ ജനത്തിന് എന്താണ് വേണ്ടത് അതിലേക്ക് തിരിഞ്ഞു. ദൈവത്തിന് എന്താ വേണ്ടതെന്ന് അന്വേഷിക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥയായി. അപ്പോൾ ദൈവത്തിന് എന്താ വേണ്ടത്? സുവിശേഷം കേൾക്കണം, സുവിശേഷം ആൾക്കാർ കേൾക്കണം, അവർ വിശ്വസിക്കണം, വീണ്ടും ജനിക്കണം, രക്ഷിക്കപ്പെടണം, കർത്താവിൻ്റെ അടുത്ത് ചെല്ലണം. ഇതാ കർത്താവിൻ്റെ ആഗ്രഹം. അന്നത്തെ കാലത്തെ ട്രാക്റ്റുകളിലൊക്കെ എഴുതിയിരുന്ന എങ്ങനെ, ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ? അങ്ങ് ട്രാക്റ്റിൽ എഴുതുന്നത്. ഇന്നത്തെ ട്രാക്റ്റിൽ എന്തെന്ന് എഴുതുന്നത്? നിങ്ങൾക്ക് കുടുംബ പ്രശ്നങ്ങളുണ്ടോ, സാമ്പത്തിക ഭാരങ്ങളുണ്ടോ, ഞങ്ങൾ പ്രാർത്ഥിക്കാം, അല്ലേ? ഇത് അന്ന് നമ്മൾ ഒരു 15, 20, 25 വർഷം മുമ്പ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കാനാരി മഠം എന്ന് പറഞ്ഞ് തൃശ്ശൂരിനടുത്തൊരു കുട്ടിച്ചാത്തൻ സേവാ മഠം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാതെ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? അവരുടെ പരസ്യം മനോരമയിൽ വരുമായിരുന്നു. നിങ്ങൾക്ക് ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടോ, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടോ, കടഭാരമുണ്ടോ, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, നിങ്ങൾ ഞങ്ങളെ സമീപിക്കുക, കാനാരി മഠം, കുട്ടിച്ചാത്തൻ സേവാ മഠം. അന്ന് സുവിശേഷകർ തെരുവുകളിലൂടെ നടന്നുകൊണ്ട്, ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ എന്നും പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കായിരുന്നു. ഇപ്പോൾ ഈ കാനാരി മഠംകാരുടെ പരിപാടി നമ്മൾ ഏറ്റെടുത്തു. എന്തോ, നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടോ, വിഷയങ്ങളുണ്ടോ, ഇങ്ങ് പോരെ. നമ്മളിങ്ങനെ വൻതോതിൽ ഇറങ്ങിയതുകൊണ്ട് അവരുടെ ബിസിനസ് പൂട്ടി. ഇപ്പോൾ ആരും അങ്ങോട്ട് പോകുന്നില്ല, എല്ലാവരും തങ്കുബ്രദറിനെ അന്വേഷിച്ചാണ് പോകുന്നത്. കാനാരി മഠത്തിലോട്ട് പോയിക്കൊണ്ടിരുന്ന കൊതിയന്മാരെ, ലോകസ്നേഹികൾ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി പ്രാഞ്ഞു നടന്നവരെല്ലാം ഇപ്പോൾ പോകുന്നത് ന്യൂ ജനറേഷൻ്റെ പുറകെയാണ്. അപ്പോൾ കാനാരി മഠംകാർ അവരുടെ മഠം പൂട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ആരും ഒന്നും കേൾക്കുന്ന പോലുമില്ല. പക്ഷേ ഇന്ന് മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ ചോദിക്കുന്ന ശുശ്രൂഷകർ അവരപ്രത്യക്ഷരായിപ്പോയി. അവരെ കാണാനില്ല. ഇതിനിടയിൽ മിസ്സായി പോയത് അവരാ. മിസ്സായി പോയത് കർത്താവിൻ്റെ സുവിശേഷമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം IPCL ചർച്ച പ്രസംഗിച്ച് പറഞ്ഞു, നിങ്ങളൊരു 10,000 ട്രാക്റ്റ് അടിക്കണം, ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ. എന്നിട്ട് ചർച്ചിൽ പോയിരിക്കണം. അടുത്ത ആളോട് ചോദിക്കണം, അമ്മച്ചി മരിച്ച സ്വർഗത്തിൽ പോവോ? അമ്മച്ചി പറയും, ആർക്കറിയാം മോനെ, കർത്താവ് വിളിച്ചാൽ പോവല്ലേ, പോവില്ല. ഇതാ ട്രാക്റ്റ്, ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ. തുടങ്ങിക്കോ IPC ചർച്ചിൻ്റെ അകത്ത്. എന്താണ് രക്ഷ? പറയാൻ എളുപ്പമാണ്. പക്ഷേ ഈ ദാഹം ഉള്ളിലുണ്ടാകണമെങ്കിൽ, പണ്ട് എന്നെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചൊരു സാറ് പറഞ്ഞാൽ, കാറ്റ് പോലെയാണ് ആത്മാവ്. ഒരു കാലത്തത് പെന്തക്കോസി വീശായിരുന്നു, ഇപ്പോൾ എതിലേ പോയിന്ന് കാണാനില്ല. ഈ കാറ്റടിച്ചാൽ, ആത്മാവിൻ്റെ കാറ്റടിച്ചാലേ നമുക്കിത് മനസ്സിലാവുള്ളൂ, ഇതെന്താ വചനമെന്ന് മനസ്സിലാവുള്ളൂ. നമ്മൾ ആ ഒരു ആത്മാവിൻ്റെ തലത്തിലേക്ക്, അതായത് ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ആത്മാവിൻ്റെ ശുശ്രൂഷകൾ നമ്മുടെ ഇടയിൽ വേണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത തലമുറയിൽ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. ഒരാൾ പോലും ഉണ്ടാവില്ല. ഓക്കെ, ഈ നീതിക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവും നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാണും. ഞാനതിനകത്ത് ഈ നീതി എങ്ങനെയാണ് നമുക്ക് ഈ വിശപ്പും ദാഹവും നമ്മളിൽ ഉണ്ടാകുന്നതെന്ന് ഞാൻ ഇതുവരെയുള്ള കാര്യം ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. നമുക്കറിയാം, നമുക്കൊരിക്കലും ഈ ദാഹം നിർത്താൻ പറ്റത്തില്ല. ഈ ശരിക്കും ദാഹിക്കുന്ന ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് ഭയങ്കര ദാഹം. നിങ്ങളിത് കുടിക്കുമ്പോൾ വിചാരിക്കും എനിക്ക് ഡയബറ്റീസ് ഒന്നുമില്ല, കുറേ നേരം വെള്ളം കുടിച്ചിട്ട്, അതുകൊണ്ടാണ്. ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല. ഒരു പാസ്റ്റർ ഒരിക്കൽ പറഞ്ഞ കഥയാണ്. അദ്ദേഹത്തിന് രാവിലെ എഴുന്നേറ്റ് എങ്ങനെ യാത്ര ചെയ്യുന്നു, ഭയങ്കര ദാഹം, സഹിക്കാൻ പറ്റുന്നില്ല, വെള്ളം കുടിച്ചിട്ടൊന്നും ദാഹം തീരുന്നില്ല. വെള്ളം കുടിച്ചാൽ ദാഹം തീരുന്നില്ല. നമ്മൾ ഉള്ളിൽ സ്പ്രൈറ്റ് മേടിച്ച് കുടിച്ചു.
ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഡയബറ്റീസ് തകർത്ത് വാരിയേക്കും. അന്നേരം പുള്ളിക്ക് പിടിയിടുന്നു. അതിൻ്റെ കൂടെ സ്പ്രൈറ്റും കൂടെ കുടിച്ചു. അപ്പോൾ ഈ ദാഹം എന്ന് പറയുന്നത് ഒരു മനുഷ്യനുണ്ടാകണമെങ്കിൽ അവന് എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടാവണം അല്ലേ? ഈ സഹിക്കാൻ പറ്റാത്ത ദാഹം ഉണ്ടാകണമെങ്കിൽ. അപ്പോൾ കർത്താവിൻ്റെ റെവലേഷൻ നമ്മുടെ ഉള്ളിൽ കിട്ടുകയും അതേസമയത്ത് നമുക്ക് അങ്ങോട്ട് എത്താൻ സ്വാഭാവികമായി കഴിയുകയില്ല എന്ന് മനസ്സിലാകുന്ന ആത്മദാരിദ്ര്യവും കൂടെ അതിൻ്റെ കൂടെ വരികയും ചെയ്യുകയാണെങ്കിൽ ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ദാഹം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ദാഹത്തിനൊരു പരിഹാരമില്ല. കാരണം എന്താ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ പരിഹാരം? കർത്താവ് പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. അപ്പോൾ എന്നിൽ വിശ്വസിക്കുന്നവനിൽ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അപ്പോൾ ശരിക്കും കർത്താവിന് മാത്രമേ ഈ ദാഹം പരിഹരിക്കാൻ പറ്റുള്ളൂ. ക്രിസ്തുവിനെ നേടുന്നത് വരെ, യേശു ക്രിസ്തുവിനെ നമ്മൾ അനുഭവിക്കുന്നത് വരെ, അവൻ്റെ ജീവൻ നമ്മൾ അനുഭവിക്കുന്നത് വരെ നമ്മൾ ഇങ്ങനെ ദാഹിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ശരിക്കുമുള്ള ഒരു മാനസാന്തരം എന്ന് പറയുന്നത്. ആ മാനസാന്തരം നമ്മുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യമാണ് ഈ ദാഹം എന്ന് പറയുന്നത്. ഈ ദാഹം നമുക്ക് ശരിക്കും മനസ്സിലാകണമെങ്കിൽ പുതിയ നിയമത്തിൽ ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? പഴയ നിയമത്തിൽ ഏറ്റവും വലിയ കൽപ്പന എന്താ? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ കൂട്ടുകാരനെയും. ഇത് പഴയ നിയമത്തിൻ്റെ പൊരുളാണ്. കാരണം കർത്താവ് പറയുന്നത് എന്താ? ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ പഴയ നിയമത്തെ മുഴുവൻ സമ്മറൈസ് ചെയ്ത ശാസ്ത്രിയോട് കർത്താവ് പറയാണ്. അപ്പോൾ ശാസ്ത്രിയോട് ചോദിച്ചപ്പോൾ ശാസ്ത്രി പറഞ്ഞു, ഇത് 2 പ്രമാണം. അപ്പം ശാസ്ത്രി പറഞ്ഞു, ദൈവരാജ്യത്തോടൊട്ടും നീ അകന്നവനല്ല, അടുത്ത് വന്നിട്ടുണ്ട്. അത് പഴയ നിയമം അവന് മനസ്സിലായി എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ പഴയ നിയമത്തിൻ്റെ പൊരുൾ എന്ന് പറയുന്നത് നമ്മുടെ എഫേർട്ടാണ്. എന്താ നമ്മുടെ എഫേർട്ട്? നീ പൂർണ്ണ ഹൃദയത്തോടും, ആരുടെ ഹൃദയത്തോടും? എൻ്റെ എഫേർട്ടാണ്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കാം. അപ്പോൾ ആരുടെ എഫേർട്ട്? അത് നമ്മുടെ എഫേർട്ടാണ്. നീ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടോ അത്രയും നിൻ്റെ കൂട്ടുകാരനെയും അയൽക്കാരനെയും സ്നേഹിക്കുക. അപ്പോൾ അത് നമ്മുടെ എഫേർട്ടാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്ന എന്നെയാണ്, അത്രയും സ്നേഹം ഞാൻ എൻ്റെ അയൽക്കാരനും കൊടുക്കുക. ഇതാണ് പഴയ നിയമത്തിൻ്റെ പൊരുൾ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാണ്? നിങ്ങളുടെ പിള്ളേരോടാണോ നിങ്ങളോടാണോ? പിള്ളേരോടാണോ? ചുമ്മാതാ. നമ്മളിപ്പോൾ എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ എല്ലാ ഫോട്ടോ തരുവാണ്. ആദ്യം നിങ്ങൾ ആരെയായിരിക്കും നോക്കുന്നത്? ആരെയായിരിക്കും നോക്കുന്നത്? നിങ്ങളെങ്ങനെ ആയിരിക്കുന്നല്ലേ നോക്കുള്ളൂ. നിങ്ങളുടെ പിള്ളേർ എങ്ങനെ ഇരിക്കുന്നുള്ളത് നിങ്ങൾക്ക് പ്രശ്നമല്ല, നിങ്ങളെങ്ങനെ ഇരിക്കുന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. ഇത് ഈ പണ്ട് ഒരു ചിമ്പാൻസീനെ വെച്ച് ശാസ്ത്രജ്ഞന്മാർ പരിശോധിച്ച് നോക്കി. ചിമ്പാൻസിക്ക് മനുഷ്യനെ പോലെ കുഞ്ഞുങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ എന്തുമാത്രം സ്നേഹം ഉണ്ടെന്ന് കാണാൻ വേണ്ടി ഇവരെ വെള്ളത്തിനകത്ത്, ഒരു ടാങ്കിനകത്ത് ചിമ്പാൻസി നിറക്കി നിർത്തിയിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു. വെള്ളം ഇങ്ങനെ കയറി വന്നപ്പോൾ ഈ കുഞ്ഞു ചിമ്പാൻസിയെ മൂടുന്നു കണ്ടപ്പോൾ അത് എടുത്തു പിടിച്ചു. പിന്നെ വെള്ളം ഇങ്ങനെ കയറി വന്നപ്പോൾ അത് പൊക്കി പിടിച്ചു. അവസാനം തലയുടെ മുകളിൽ പിടിച്ചു. അപ്പോൾ വെള്ളം ഇവിടം വരെ ആയി. അപ്പോൾ ചിമ്പാൻസി ഇങ്ങനെ എത്തിക്കുത്തി നിന്നു. കാരണം എങ്ങനെയും കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടി ചിമ്പാൻസി ഒത്തിരി കഷ്ടപ്പെട്ടു. അവസാനം ആ മൂക്കിന് മുകളിലേക്ക് വെള്ളം വന്നപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ആ കൊച്ചിനെ താഴിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നു. ഈ ശ്വാസത്തിന് വേണ്ടി പിടയുമ്പോൾ ആരാന്നൊന്നും അറിയത്തില്ല. നമ്മൾ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കും. ആ സ്നേഹം വേറൊരാൾക്ക് കൊടുക്കുമ്പോഴാണ് നമ്മൾ പഴയ നിയമത്തിലെത്തുന്നത്. എന്നാൽ പുതിയ നിയമം വന്നപ്പോൾ നമ്മുടെ ശക്തി പോരാ. പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നത്, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു. യോഹന്നാൻ 15:12 ഇതാ നീതിയുടെ പൊരുൾ. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ ഈ പുതിയ നിയമത്തിൻ്റെ മുഴുവൻ നീതി പ്രമാണങ്ങളും കൂടെ ആ ഒരൊറ്റ കൽപ്പനയിൽ സംഗ്രഹിക്കുക. അതെന്താ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അപ്പം എൻ്റെ ശക്തിയാണോ? അല്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്നതാകുന്നു എൻ്റെ കൽപ്പന. അത് 15:12. അപ്പം ഞാൻ കർത്താവ് നീ എന്നെ ഇങ്ങനെ സ്നേഹിച്ചത്. അടുത്ത വാക്യം, തൻ്റെ സ്നേഹിതന് വേണ്ടി 13 വാക്യം, ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയും. ഇതാണ് പുതിയ നിയമത്തിൻ്റെ പൊരുൾ. അപ്പോൾ പുതിയ നിയമത്തിലെ ഈ സ്നേഹം എന്ന് പറയുന്ന സാധനം നമുക്കുണ്ടാക്കാൻ പറ്റുന്നതല്ല. അത് ആരുടെ സ്നേഹമാണ്? പിതാവ് പുത്രനെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ പുത്രൻ നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. അങ്ങനെയല്ലേ? ആ പുത്രൻ നമ്മളെ എങ്ങനെ സ്നേഹിച്ചിരിക്കുന്നോ അതുപോലെ നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഈ സ്നേഹം എവിടെ നിന്ന് വരുന്നതാ? ഈ സ്നേഹം എന്ന വികാരം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതല്ല.
ഈ സ്നേഹമെന്ന വികാരം നമ്മുടെ ശാരീരിക പ്രവണതകൾക്ക് എതിരെ വരുന്നതാണ്. അത് ദൈവത്തിൽ നിന്ന് മാത്രമേ വരുള്ളൂ. അതുകൊണ്ടാണ് ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, കാരണം ഈ ആത്മാവ് വരുമ്പോൾ മാത്രം വരുന്നൊരു സാധനമാണ് ഈ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. അത് നമ്മൾ വിചാരിച്ചാൽ ഞാൻ ഇന്നു മുതൽ എൻ്റെ അമ്മായിയമ്മയെ സ്നേഹിക്കാൻ പോവാണ്. അതാണ് ലോകത്തിലെ ഏറ്റവും പഴയ കോൺഫ്ലിക്റ്റ്, അമ്മായിയമ്മ മരുമോളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ആ എക്സാമ്പിൾ പറയും. അമ്മ വിചാരിക്കുക ഇനി മേലിൽ ഞാൻ എൻ്റെ മരുമകളെ മകളെ പോലെ കാണുന്ന ഈ പ്രശ്നം. മകളെ ചീത്ത പറഞ്ഞാൽ കുഴപ്പമില്ല, മരുമകളെ ചീത്ത പറഞ്ഞ വിവരം അറിയും. അതിന് കാരണം മകളെ പണ്ട് ചെറുപ്പത്തിൽ ചീത്ത പറഞ്ഞ നല്ല പ്രാക്ടീസാണ് മകൾക്ക്. ആ ചീത്ത പറയുക ചെയ്ത് ആ കുട്ടിയെ, ആ മകളെ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്, ഉമ്മ വെച്ചിട്ടുണ്ട്, ആഹാരം വാരി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മരുമകൾക്ക് അതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് മരുമകൾ വന്നു കഴിയുമ്പോഴേ മകളെ പോലെ എന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് കേൾക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഈ അമ്മായിമ്മ മരുമകൾ കോൺഫ്ലിക്റ്റ് ആണ്. ഞാനൊരു എക്സാമ്പിൾ എടുക്കും. ഇന്ന് തീരുമാനം എടുത്തിരിക്കും എൻ്റെ മരുമകളെ ഞാൻ എൻ്റെ മകളെ പോലെ കാണും. കപ്പാസിറ്റി ഇല്ല, അത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെ കാണുന്നവരുണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്നും തീരുമാനം എടുത്താൽ ഈ സ്നേഹം എങ്ങൊന്നും വരില്ല. എൻ്റെ ശത്രുവിൻ്റെ മുഖം കാണുമ്പം എനിക്ക് അവനെ സ്നേഹിക്കാൻ പോകാം എന്ന് പറഞ്ഞാൽ ഈ സ്നേഹം വരത്തില്ല. വേണമെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് ക്ഷമിക്കാം, വേണമെങ്കിൽ നമുക്ക് വിട്ടുകൊടുക്കാം, വേണമെങ്കിൽ നമുക്ക് മിണ്ടാതിരിക്കാം. പക്ഷെ നമ്മൾ ഒരു കാരണവശാലും ഈ സ്നേഹം നമ്മുടെ ഹോർമോണുകളിൽ ഉണ്ടാവില്ല. പലതരത്തിലുള്ള ഹോർമോണുകളുണ്ട്. ഈ ഹോർമോണുകൾ ദേഷ്യം ഉണ്ടാക്കുന്ന ഹോർമോണുണ്ട്, അല്ലേ? ദേഷ്യം ഉണ്ടാക്കുന്ന ഹോർമോൺ. ഇപ്പോൾ എനിക്ക് ദേഷ്യം കൂടി വരുവാണെങ്കിൽ ഒറ്റയടിക്ക് ഞാനിത് പൊട്ടിക്കും. ദേഷ്യം എന്ന് പറയുന്ന സാധനം, അഡ്രിനാലിൻ, അത് ഒഴുകിക്കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഹൃദയം അടിച്ച് പോകാതിരിക്കണമെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് റിലീവ് ചെയ്യണം. കത്താർസിസ് എന്ന് പറയും കൗൺസിലിംഗ്. അത് എവിടെയെങ്കിലും ആ ഇമോഷൻസ് ഒന്ന് വെളിവിട്ടേ പറ്റൂ. ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിനെക്കുറിച്ച് ഒത്തിരി പഠനങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ സാധനം ഉണ്ടോ എന്ന് അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. എന്നാൽ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഡോപ്പമിൻ ഉണ്ട്, പക്ഷേ അതിൻ്റെ എഫക്റ്റിനെ കുറിച്ചൊന്നും കൃത്യമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും നമ്മളിങ്ങനെ അതിനെ നിർവചിക്കുന്നത്, ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു പ്ലഷർ കർവുണ്ട്. ആ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓന്ന് പറഞ്ഞ് മുകളിലോട്ട് പോയിട്ട് പിന്നെ അത് ടേപ്പർ ഓഫ് ചെയ്ത് താഴോട്ട് പോകും. അതെ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു പുതിയ ബൈക്ക് കിട്ടി. ഇവിടെ ബൈക്ക് പരിപാടി ഇല്ല, നമ്മുടെ നാട്ടിലോട്ടല്ല ബൈക്ക് ചീറിപ്പായി. അപ്പോൾ ഒരു 20 വയസ്സുള്ളൊരു പയ്യന് പുതിയൊരു ബൈക്ക് കിട്ടി. അവനത് സൈഡിൽ നിന്ന് നോക്കുന്നു, ഈ സൈഡിൽ നോക്കുന്നു, വീല് ചെയ്യിപ്പിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഒരു 2-3 വർഷം കഴിയുമ്പോൾ വേറൊരു ബൈക്കാണ് വേണം, ഇത് വിറ്റേക്കാം. കാരണം എന്താ, ഇതിനോടുള്ള പ്ലഷർ കൂടി കുറഞ്ഞ് ഇല്ലാതായി. അതുപോലെ ഫോൺ വാങ്ങിക്കുമ്പോൾ അങ്ങനെ തന്നെ. പുതിയ പുസ്തകങ്ങൾ കിട്ടുമ്പം 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ് തൊട്ട് പുതിയ പുസ്തകങ്ങൾ കിട്ടുമ്പോൾ ഒരു ഡോപ്പമിൻ എഫക്റ്റ് ഉണ്ട്. പഠിക്കുന്ന പിള്ളേർക്ക് അവർക്ക് ഇത് ആദ്യം തൊട്ട് പഠിക്കണം. കുറേ നേരം പുസ്തകമൊക്കെ എടുത്ത് മറിച്ച് നോക്കുകയും പൊതി നോക്കി നല്ലപോലെ പൊതിഞ്ഞ് ഒട്ടിച്ച് വയ്ക്കുകയൊക്കെ ചെയ്യും. പക്ഷെ കുറേ കഴിയുമ്പോൾ അതിനുള്ള ഇൻട്രസ്റ്റ് പോകും. ആദ്യമൊക്കെ ബൈക്ക് നല്ല സോപ്പിട്ട് കഴുകി ക്ലീനാക്കി വെച്ചേക്കുമായിരിക്കും. 1 വർഷം കഴിയുമ്പോൾ ബൈക്കിൻ്റെ ചെളി കണ്ടിട്ട് ബൈക്ക് ഏതാ ചെളി ഏതാണെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിലായിരിക്കും. ഇതാണ് ഡോപ്പമിൻ. കല്യാണം കഴിക്കുന്ന സമയത്ത് മുട്ടാതെ നടക്കത്തില്ല, കൈ പിടിക്കാൻ നടക്കത്തില്ല, ഒന്നിച്ചുള്ള ആഹാരം കഴിക്കില്ല, ഭയങ്കര ഡോപ്പമിനാണ്. അപ്പോൾ ചിന്തിക്കും, ഇത്ര സുന്ദരിയായ ഭാര്യയെ തന്നല്ലോ. 1 വർഷം കഴിയുമ്പോഴാണ് ഇവനൊക്കെ സുന്ദരിയെന്ന് ഞാൻ എങ്ങനെ ചിന്തിച്ചു? കാരണം ഡോപ്പമിൻ കൊണ്ട് ചിന്തിച്ചതാണ്. ഇപ്പോൾ ഒരു സൗന്ദര്യം തോന്നുന്നില്ല. പതുക്കെ പതുക്കെ അങ്ങ് ടേപ്പർ ഓഫ് ചെയ്ത് അങ്ങ് പോകും. പിന്നെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്ക് വെച്ച് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാം. പിന്നെ വേറെ ആരെങ്കിലും കാണുമ്പോഴേ ഡോപ്പമിൻ ഉണരുന്നത്. തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ടാൽ ഭാഗ്യം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഈ പാപം എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിക്കകത്ത് തന്നെ ഇങ്ങനെ കിടക്കുക. ഈ സാധനം ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറയാം, നീ സ്നേഹിക്കുക, ഭാര്യയെ സ്നേഹിക്കുക. എവിടെ നിന്ന് കിട്ടാനെന്ന് ഡോപ്പമിൻ ഉള്ളത് പോയി. അവിടെ വായിരിക്കുന്ന വർത്തമാനവനെ കേട്ടാൽ സഹിക്കാൻ പറ്റില്ല. എവിടെ നീ സ്നേഹം കൊണ്ടുവരും? ഞാൻ തോറ്റിരിക്കുക. അത് കൽപ്പന വരുന്നതിന് മുമ്പേ ഞാൻ തോറ്റു. അത് ചുമ്മാ സ്നേഹിച്ചാൽ മതിയോ? യേശുക്രിസ്തു എന്നോട് ഒരാൾ പറഞ്ഞു, യേശുക്രിസ്തുവിന് അതൊക്കെ എൻ്റെ അപ്പം തന്നെ പറഞ്ഞു, യേശുക്രിസ്തു കല്യാണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. കർത്താവിന് ഈസിയായിട്ട് നിൻ്റെ കഥ എങ്ങനെയാണോ? നീ കല്യാണം കഴിച്ച് നിനക്ക് പിള്ളേരെ ഒന്ന് പോരാഞ്ഞിട്ട് 3 എണ്ണത്തിന് ദത്തുങ്ങൾ എടുത്ത് ഇവരൊക്കെ ചിലവിന് കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പം എന്നോട് പണ്ടൊരാൾ പറഞ്ഞു, യേശുക്രിസ്തു കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ വേദന. അപ്പം ഞാൻ പറഞ്ഞു, യേശു കർത്താവ് ഒരു കല്യാണം കഴിക്കാൻ പോവാണ്. പക്ഷെ ഒരു വലിയ പണി അതിനായിട്ട് നടന്നിട്ടുണ്ട്. ഈ കർത്താവ് മണവാട്ടി ആര് വേണമെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് കൊടുത്ത് ഒന്നിനും കൊള്ളാത്തൊരു മണവാട്ടിയാണ്. അതിനിടയ്ക്ക് ഒരുത്തൻ യൂദ. ഒരാൾ ഇന്ന് പറയുന്ന നാളെ പറയാത്ത പത്രോസ്. എന്തിനും വാളെടുത്ത് വെട്ടാൻ പോകുന്ന എരിവുകാരൻ. ഇങ്ങനെയുള്ള പലതര സ്വഭാവമുള്ള
നേരെ ചൊവ്വേ ഒരു വാക്ക് പോലും പറയാൻ അറിയാത്ത കുറേ എണ്ണത്തിന് ശിഷ്യന്മാരുണ്ട്. ഞാനാണെങ്കിൽ ഏറ്റവും നല്ല ബൈബിൾ കോളേജിൽ പോയി അവിടുന്ന് ഏറ്റവും പഠിക്കുന്ന 10 പേരെ കൊണ്ടുവന്നേനെ. അല്ലെങ്കിൽ അതിനകത്ത് ഒരു 5-6 പഠിക്കുന്ന പിള്ളേർ, തിയോളജിയന്മാർ, വേറെ 4 പേര് നല്ലപോലെ അമ്പ ചെയ്യാൻ പറ്റുന്ന, അന്നത്തെ എന്താ വാൾപ്പയറ്റ് നടത്താൻ പറ്റുന്ന റോമ ഗവൺമെൻറ്റൊക്കെ വന്ന് എതിരിടണ്ടേ ഇങ്ങനെയുള്ള. പക്ഷേ കർത്താവ് ഒന്നിനും കൊള്ളാത്ത കുറേ പേരെ തരും. എന്നിട്ട് വിചാരിക്കുകയാണ് ഇവന്മാർ നന്നാകില്ല, നന്നാകാൻ വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി മരിച്ചേക്കാം. എന്നിട്ട് ഒന്നിനും കൊള്ളാത്ത ഈ മണവാട്ടിക്ക് വേണ്ടി കർത്താവ് രക്തം കൊടുത്ത്, അവസാനത്തുള്ള രക്തം കൊടുത്തവരെ മരിക്കുകയാണ്, അവിടെ ശുദ്ധീകരിച്ച് പിതാവിൻ്റെ മുമ്പിൽ നിർത്താൻ വേണ്ടി. എന്നിട്ട് പറയാം, ഭർത്താക്കന്മാരെ നിങ്ങളിങ്ങനെ ഭാര്യമാരെ സ്നേഹിച്ചോളാൻ. പറയാൻ എളുപ്പമാണ്. നമ്മൾ ആ ഡോറിനടുത്തോട്ട് എത്തുമ്പോഴാണ്, ഈ സ്നേഹത്തിൻ്റെ ഡോറിനടുത്തോട്ട് എത്തുമ്പോഴാണ് അവിടെ എങ്ങും ഒന്നും ഇല്ലെന്ന് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ കർത്താവിൻ്റെ നീതി ഓരോ സ്റ്റെപ്പിലും, കർത്താവിൻ്റെ ശുശ്രൂഷ നോക്കുമ്പോൾ, സ്നേഹം നോക്കുമ്പോൾ, യൂദായുടെ കാര്യം നോക്കുക. യൂദ കള്ളനാണെന്നും പൈസ അടിച്ച് മാറ്റുന്നവനാണെന്നും അവിടെ യേശുക്രിസ്തുവിനല്ലാതെ വേറെ ആർക്കും അറിയാൻ മേലായിരുന്നു. എന്നിട്ടും ആ പൈസ പെട്ടി പുള്ളിയെ തന്നെ കൊടുത്തു. ആലോചിച്ച് നോക്കി. അത് മാത്രമല്ല, കർത്താവ് ഒരിക്കലും പത്രോസിനോട് പൗലോസിനോട് പറഞ്ഞില്ല, പത്രോസെ അന്ത്രയോസെ ഒന്ന് നോക്കിയോണേ, അവൻ ഇടയ്ക്കിടയ്ക്ക് പൈസ അടിച്ചു മാറ്റുന്നുണ്ട്. ഈ കണക്കിന് പോയാൽ ടാക്സ് അടയ്ക്കാൻ ഗവൺമെൻറ് വരുമ്പോൾ നമ്മൾ മീൻ പിടിച്ച് മീനിൻ്റെ വായിൽ എടുത്ത് കൊടുക്കേണ്ടി വരും. കാരണം കയ്യിലുള്ളതല്ല ഇവൻ അടിച്ചു മാറ്റുക. അതൊന്ന് സൂക്ഷിച്ചേക്കണമെന്ന് കർത്താവ് ഒരു ശിഷ്യനോടും പറഞ്ഞില്ല. അവസാനം നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പം ഈ പാവം യോഹന്നാനും ശിഷ്യന്മാരെല്ലാവരും ചോദിക്കും, ഞാനാണോ കർത്താവ്? അപ്പോൾ ഒരുത്തൻ പറയണ്ട, അതാ യൂദയായിരിക്കുന്നു. ഒരു സംശയവും കൊടുത്തില്ല എന്നുള്ളതാണ്. അതായത് ഒരു സംശയം ഒരാളും പറയുന്നില്ല അത് യൂദയായിരിക്കും. നമ്മളാണ് അപ്പം തന്നെ കണ്ടുപിടിച്ചേനെ ഇത് അവനായിരിക്കും. പക്ഷെ അവരെല്ലാം അവരുടെ പാപങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. ഒരാൾ പോലും ഒരു ഡേഞ്ചർ മാൻ അവരുടെ നടുവിലുണ്ടെന്ന് ആലോചിച്ചതേ ഇല്ല. കാരണം ദേ ആർ ഓൺലി അവെയർ അബൌട്ട് ദെയർ സിൻസ്. കർത്താവ് എന്ന യൂദായെ ഒറ്റിക്കൊടുത്തുമില്ല. യൂദ കർത്താവിന് ഒറ്റിക്കൊടുത്തെങ്കിലും കർത്താവ് ശിഷ്യന്മാരുടെ മുമ്പിൽ ഒരിക്കലും യൂദായെ ഒറ്റിക്കൊടുത്തില്ലെന്ന് മാത്രമല്ല, അവൻ അവസാനം വന്ന് അത്താഴം കഴിക്കുന്ന സമയത്ത് കർത്താവ് എന്ത് ചെയ്തു? ഏറ്റവും നല്ല അപ്പം എടുത്ത്, ഒരു കഷ്ണം എടുത്ത് അവന് ആ വീഞ്ഞിൽ മുക്കി അവൻ്റെ വായിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, നിന്നെ ഇതിൽ കൂടുതൽ എങ്ങനെ സ്നേഹിക്കാനാണ്? ഏറ്റവും നല്ല ഗസ്റ്റിന് കൊടുക്കുന്ന ആ രീതിയിൽ ഞാൻ നിൻ്റെ വായിൽ വെച്ച് തന്നിരിക്കുന്നു. അവൻ എന്നിട്ടും അവൻ കുലുങ്ങിയില്ല. അവൻ ആ സ്നേഹം ഉണ്ടായില്ല. അവൻ ആ സ്നേഹത്തെ റെസിസ്റ്റ് ചെയ്തപ്പോഴാണ് അവൻ്റെ ഉള്ളിൽ ഈ സാധനം കയറിയത്. അപ്പോഴും കർത്താവ് അവനെ സ്നേഹിക്കുന്ന നമ്മൾ കാണുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഏത് പെരുമാറ്റം, കർത്താവിൻ്റെ ഏത് ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ട് വന്നാലും നമ്മൾ അങ്ങനെ അല്ല എന്നുള്ളൊരു ദാഹത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇവർക്ക് എങ്ങനെയാണ് തൃപ്തി വരുന്നത്? നമുക്ക് തൃപ്തി വരുമോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രോമിസ് എന്താണ്? തൃപ്തി വരും. എന്താ പറഞ്ഞേക്കുന്നേ? നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ ഏത് നീതിക്ക് വേണ്ടിയാണോ ദാഹിക്കുന്നത് അതേ നീതിയാൽ അവർക്ക് തൃപ്തി വരും. അപ്പൊ അനുസരിക്കുന്നവരുണ്ടാകുമോ? ഉണ്ടാകും. ഇത്രയും നേരം കേട്ടപ്പോൾ നിങ്ങൾ ചിന്തിച്ചത് എന്തായിരിക്കും? അപ്പോൾ അനുസരിക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല, അതുകൊണ്ട് സാരമില്ല. അങ്ങനെയല്ല. അനുസരിക്കാത്ത ഒരാൾ പോലും സ്വർഗത്തിൽ പോകുകയില്ല. നമ്മളെ കൊണ്ട് അനുസരിപ്പിക്കാൻ കർത്താവിനൊരു വഴിയുണ്ട്. ആ വഴി എന്താണ് എന്നുള്ളതാണ് അപ്പോസ്തലിക ലേഖനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ അതൊന്നും കൂടെ വിശദീകരിച്ചിട്ട് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. കാരണം അതുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമില്ല. റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സ്പിരിച്വൽ പോവർട്ടി എത്ര ഭയങ്കരമാണ് എന്ന് പൗലോസ് കാണിക്കുന്നുണ്ട്. റോമർ 7:24 എന്താ പറയുന്നത് നോക്കിയേ? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണകരമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? എവിടെ നിന്ന് വിടുവിക്കുന്ന കാര്യ? മരണകരമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തിലായതുകൊണ്ടായി പ്രശ്നം. കാരണം ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കാൻ പോകുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നിടത്തോളം കാലം ഈ ബലഹീനമായ ശരീരം നമുക്കുണ്ട്. ഞാനൊരു ചെറിയൊരു ഇല്ലസ്ട്രേഷൻ നിങ്ങളോട് പറയാം. നമ്മൾ ചെറുപ്പത്തിലെ വീട്ടിലെ ഓറഞ്ച് കഴിക്കുമ്പോഴേ മാതാപിതാക്കൾ നമുക്ക് വരുന്നൊരു മുന്നറിയിപ്പുണ്ടായിരുന്നു. എന്തായിരുന്നത്? മക്കളെ, ഓറഞ്ച് കഴിക്കുമ്പോൾ ഇതിൻ്റെ കുരു വയറ്റിൽ പോയാൽ ബാക്കി പറ, ആ കുരു വയറ്റിൽ കിടന്ന് വളർന്ന് ഒരു ഓറഞ്ച് മരമായിട്ട് വരും. കേട്ടിട്ടുണ്ടോ നിങ്ങളത്? അപ്പോൾ നാട്ടിലെല്ലാം ഉള്ള പരിപാടിയല്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ നിന്ന് നാസിക്ക് ചോദിച്ചപ്പോൾ അവിടെ ആ കഥയുണ്ട്.
അവിടെ മറാഠികൾ ഈ കഥ പറയുന്നുണ്ട്. കാരണം ഞാനത് ചോദിക്കാൻ കാരണം നാഗ്പൂരിൽ ഓറഞ്ചുകൾ ഒത്തിരിയുള്ള സ്ഥലമാണ്. മഹാരാഷ്ട്രയിൽ ഓറഞ്ചുകൾ നല്ല ഒത്തിരി കിട്ടുന്ന സ്ഥലം. അപ്പോൾ അവിടെ ഈ കഥയുണ്ട്. അപ്പം എല്ലാവരും ഇതറിയാം അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്താ എല്ലാവർക്കും അറിയാവുന്ന ആ കാര്യം? കുരു വയറ്റിൽ പോയാൽ. പക്ഷേ ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഒരൊറ്റ ആൾക്ക് മാത്രമാണ് ഒരു പഴം തിന്നിട്ട് അത് മരമായി വളർന്ന് അവൻ മരിച്ചു പോയത്. ആരാന്നറിയോ? ആദം ആ പഴം തിന്നുക, അവൻ മരിച്ചു. എങ്ങനെയാണ് മരിച്ചത്? പാപത്തിൽ മരിച്ചു. ഈ പാപം ഒരു മരം പോലെ നമുക്ക് സങ്കല്പിച്ചാൽ, ഈ മരത്തിൻ്റെ ഫലം ആണ് ബെയർ ദ ഫ്രൂട്ട് അല്ലേ? ഫലമാണ് നമുക്ക് ഒന്നാമത്തെ പാർട്ട്. അതാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കുശുമ്പ്, വൈരാഗ്യം, വിഷമം, പല ആൾക്കാരുടെയും പിണക്കം. അപ്പോൾ ഈ കർത്തൃമേശ എടുക്കുന്നതിൻ്റെ തലേദിവസമല്ല, അന്ന് ഉച്ചയ്ക്ക് ആ കർത്തൃമേശ തലേദിവസം ഒന്ന് മനസ്സന്തരപ്പെടുന്ന നഷ്ടം. കാരണം ഒരു ദിവസം ചുമ്മാ പോവല്ലേ. ഈ കർത്തൃമേശ എടുക്കുന്ന സമയത്ത് ആ 5 മിനിറ്റ് പാസ്റ്റർ കരയിപ്പിക്കുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്താണ് നമ്മൾ മാനസാന്തരപ്പെടുന്നത്. നിങ്ങൾ ആദ്യമേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കർത്തൃമേശയിലൊന്നും നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല. ഇത് കത്തോലിക്കരുടെ കുർബാനയല്ല. പാപങ്ങൾ ക്ഷമിക്കപ്പെടും 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് അർപ്പിച്ച രക്തത്തിലല്ല, ഈ മേശയിലല്ല പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്. ഇത് നമ്മുടെ പാപക്ഷമകളുടെ ഓർമ്മയാണ്. അപ്പോൾ ആ ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ കരഞ്ഞ് ഈ ഫലമെല്ലാം പറിച്ച് കളയും. ഇന്നലെ അവനോട് കുശുമ്പ് കുത്തി, വഴക്കുണ്ടാക്കി, വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി, മക്കളെ തല്ലി, മക്കൾ തിരിച്ച് തല്ലി, ഇതെല്ലാം കൂടെ ആകെ അവസാനം ഫലമെല്ലാം പറിച്ച് കളഞ്ഞു. ക്ലീനായി. എന്തൊരു സുഖം. കർത്തൃമേശ എടുത്തു. അപ്പം ഭയങ്കര വിശുദ്ധി ഫീലിംഗ്. കാരണം ഒരു ഫലമില്ല, എല്ലാം പറിച്ച് കളഞ്ഞു. വീട്ടിലോട്ട് ചെന്നു കഴിഞ്ഞപ്പം പിള്ളേർ TV ഓൺ ചെയ്തു. അവർക്ക് ക്രിക്കറ്റ് കാണണം. അപ്പോൾ അമ്മ പറയുന്നൊരു ഡയലോഗ്, സ്റ്റാൻഡേർഡ് ഡയലോഗ്. അമ്മ അപ്പനോ, എടാ ചർച്ചിൽ നിങ്ങൾ വന്നല്ലേ ഉള്ളൂ, അതിനു മുമ്പ് നീ TV ഓൺ ചെയ്തോ? കേട്ടിട്ടുണ്ടോ ഇത്? കുറച്ച് സമയം കഴിയട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ അതിൻ്റെ ഹാങ് ഓവർ. ഇപ്പോൾ ഫലമൊന്നുമില്ല. വൈകിട്ടാകുമ്പോഴേക്കും നമ്മൾ നോർമലാവും. അന്നേരം നമുക്ക് TV വെക്കാം. കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഓരോ പ്രാവശ്യം ഫലം പറിച്ച് കളയുകയും പിന്നെ ആ മരം അവിടെ നിൽക്കുന്നതുകൊണ്ട് വീണ്ടും അതേ ഫലങ്ങൾ ഉണ്ടായി വരികയും അത് പണ്ടത്തേക്കാൾ ശക്തമായി ഉണ്ടായി വരികയും ചെയ്യുന്നതല്ലാതെ നമ്മൾ ആരും നന്നാകുന്നില്ല ബേസിക്കലി. ശരിയാണ്. ഒരു 20 വർഷം മുമ്പ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. പിന്നെ ആദ്യത്തെ സ്നേഹം കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇഫ് യു വാച്ച് യുവർ സ്പിരിച്വാലിറ്റി ദർ ഇസ് നോ ഗ്രോത്ത്. സ്റ്റാഗ്നൻ്റാണ്. എല്ലാ ദിവസവും ദാവീദിൻ്റെ ദാനിയേലിൻ്റെ കഥ കേട്ടെ, എവിടെ നിന്ന് സ്റ്റാഗ്നൻ്റ് അല്ല, എങ്ങോട്ട് പോകാനാ? കർത്താവിനെ വെളിപ്പെടുത്തുന്ന ശുശ്രൂഷകളുടെയും അറ്റ്ലീസ്റ്റ് ബൈബിളെങ്കിലും വാങ്ങി. നമ്മുടെ കയ്യിൽ ഈ സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഫലമെല്ലാം പിന്നെ ഒരു തിങ്കളാഴ്ച ആകുമ്പോഴേക്കും അവിടെ കാണും. അപ്പോൾ ചില ആൾക്കാർ വിശ്വസിക്കുന്ന ഞായറാഴ്ച കർത്തൃമേശ എടുത്തുകൊണ്ടിരിക്കുമ്പം കർത്താവ് വന്നാൽ നമ്മൾ പോവും. പലരും അങ്ങനെ പറയാറുണ്ട്. ആ കർത്തൃമേശ എടുക്കുന്ന സമയത്ത് കർത്താവ് വന്നാൽ പോവും. അപ്പോൾ ലക്കാണത്. തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച ആയാൽ വലിയ കുഴപ്പമില്ല. അത് ആ ഫലം എല്ലാം ഉണ്ടായി വരുന്നില്ല. മാസത്തിൽ ഒരിക്കലേ കർത്തൃമേശ എന്നുള്ളതുകൊണ്ട് ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും നമ്മൾ അങ്ങ് എല്ലാ ഫലവും വരും. ശരിയാണ്. അപ്പോൾ ഒരു വിധത്തിൽ നമ്മൾ ഫലം പറിച്ച് കളഞ്ഞു. പക്ഷേ മരം അവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പാപത്തിൽ നിന്ന് വിക്ടറി ഇല്ല. ഫലങ്ങൾ ആൾക്കാരെ കാണിക്കാതെ നമുക്ക് ഒതുക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ചിന്തിക്കുകയാണ്, അപ്പോൾ നമ്മുടെ ഫലമാണ് നമ്മൾ വെളിയിൽ കാണുന്നത്, നമ്മുടെ പ്രവൃത്തികൾ. ഇനി നമ്മുടെ ചിന്തകളെക്കുറിച്ചോ, ആ ചിന്തയാണ് ആ മരം എന്ന് വിചാരിച്ചോ. അപ്പോൾ എനിക്ക് ഒത്തിരി മോശം ചിന്തകൾ വരികയാണ്. എനിക്ക് ചിലരെ കാണുമ്പോൾ ഒന്ന് പൊട്ടിക്കണം തോന്നുവാണ്. അപ്പം എൻ്റെ ഉള്ളിൽ നിന്ന് പറയാം, കർത്താവിന് സ്തോത്രം ചെയ്താൽ ആ മരം അങ്ങ് മുറിക്കാം. എന്ത് ചെയ്താൽ മതി? സ്തോത്രം ചെയ്താൽ. കർത്താവിന് പറഞ്ഞാൽ, കർത്താവേ, തല്ലിപ്പൊളികളായ എൻ്റെ പിള്ളേർ എന്ത് പറഞ്ഞാലും ഇവന്മാരനുസരിക്കുന്നില്ല, എന്നാലും അവരെ നീ എനിക്ക് തന്നതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞു നോക്കിയാൽ നിങ്ങളുടെ ഹൃദയത്തിലെ ബന്ധനം ഒഴിഞ്ഞു പോകും. കാരണം എന്താ? കർത്താവ് തന്നതല്ലേ. എൻ്റെ ഭാര്യ, കർത്താവേ നീ ഇവളെ തന്നെ എനിക്ക് തന്ന സ്തോത്രം. ആ സ്തോത്രം എന്നൊന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ആ ഭാര്യ ഓർക്കുമ്പോൾ കർത്താവ് തന്നതല്ലേ എന്നൊരു സ്നേഹം വരും. സംശയമുണ്ടെ പരീക്ഷിച്ച് നോക്കൂ. ഇന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങൾ കൈ കോർത്ത് പിടിച്ചിട്ട്, ഇങ്ങേരെ തന്നെ എനിക്ക് ഭർത്താവായി തന്നതിനായിട്ട് സ്തോത്രം ഒന്ന്, ഇയാളെ തന്നെ എനിക്ക് ഭാര്യയെ തന്നതിന് സ്തോത്രം എന്ന് രണ്ടുപേരും പറഞ്ഞു നോക്കി, നിങ്ങളുടെ റിലേഷൻഷിപ്പ് വേറൊരു തലത്തിൽ പോകും. അപ്പോൾ ഈ ട്രൈ ഇറ്റ് ടുമോറോ, ടെൽ മീ ഹൗ ഇറ്റ് വാസ്. അപ്പോൾ സ്തോത്രം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ കയ്പിൻ്റെ വേര് കട്ട് മുറിയും. പക്ഷെ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ സസ്യങ്ങൾക്ക് ടോട്ടി പൊട്ടൻസി എന്ന് പറഞ്ഞൊരു കുഴപ്പമുണ്ട്. അതെവിടെ നിന്നെങ്കിലും മുറിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വളരും. കാരണം വേരിരിക്കുക. ഈ വേരിരിക്കുന്നതുകൊണ്ടും ഇത് എത്ര പ്രാവശ്യം മുറിച്ചാലും ഇത് പിന്നെയും അതിനകത്ത് നിന്നുണ്ടായി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പ്രവൃത്തികളും ചിന്തകളും ശരിയായാലും, ലോകത്തിലെല്ലാ മതവും പറയുന്ന പ്രവൃത്തിയും ചിന്ത നന്നായി മതി എന്നാണ്. അന്ന് ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരുന്ന പാപമെല്ലാം വരുന്നത് ചിന്തകളിൽ നിന്നാണെന്നാണ്. എന്നാൽ പൗലോസ് പറയുന്നു പാപം വരുന്നത് ചിന്തകളിൽ നിന്നല്ല, ചിന്തകൾ വരുന്നത് പാപത്തിൽ നിന്നാണ്. അവിടെ സംഗതി കുഴഞ്ഞു. ഉദാഹരണം, ഒരു മനുഷ്യൻ പാപ സ്വഭാവമുള്ളവനാണെങ്കിൽ അവൻ ചിന്തിക്കുന്ന മുഴുവൻ പാപമായിരിക്കും. നിങ്ങൾ വഴിയെ പോകുമ്പോൾ ഒരു കാഴ്ച കാണുന്നു, പ്രലോഭിപ്പിക്കുന്ന ഒരു കാഴ്ച കാണുന്നു. അവൻ ജഡപ്രകാരമുള്ളവനാണെങ്കിൽ ജഡത്തിനുള്ളത് ചിന്തിക്കും. അപ്പം ചിന്ത എവിടെ നിന്നാണ് വരുന്നത്? അവൻ്റെ സ്വഭാവത്തിൽ നിന്നാണ് ചിന്ത വരുന്നത്. ശരിയാണോ? അവൻ ആത്മസ്വഭാവമുള്ളവനാണെങ്കിൽ ആത്മാവിനുള്ള ചിന്തിക്കും. അപ്പം ചിന്തകൾ പോലും നമ്മുടെ നിയന്ത്രണത്തിലല്ല വരുന്നത്. സ്വഭാവം എന്താണോ അതനുസരിച്ചാണ് നമ്മുടെ ചിന്തകൾ. ഈ ഡിപ്രഷനുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പം ഞാൻ ആദ്യമൊക്കെ ചിന്തിക്കുമായിരുന്നു, എനിക്ക് കൗൺസിലിംഗ് ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ചിന്തിക്കുമായിരുന്നു, ഇവരെന്തിനാ ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നത്? ഏതെങ്കിലും കോമഡിയോ കോമിക്സോ വായിച്ചിട്ടങ്ങ് ചിരിച്ചാൽ പോരെ ഞാൻ ചിന്തിക്കുമായിരുന്നു. എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ്, എൻജോയ്മെൻറ്റ്. പിന്നെ മനസ്സിലായത് കപ്പാസിറ്റി അങ്ങ് പോവുക. അതായത് നമുക്കൊന്നും എൻജോയ് ചെയ്യാനോ നോക്കാനോ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. അത് കണ്ടാലൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആ സ്ഥിതിയിലോട്ട് പോകും. അപ്പോൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല. കുറച്ചൊക്കെയാണ്, പക്ഷേ എല്ലാമല്ല. അത് പിന്നെ പിന്നെ തിരിച്ചു വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ചിന്തയെ നിങ്ങൾ സപ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ചിന്ത തിരിച്ചു വരും. പൗലോസ് ആണെങ്കിൽ മടുത്തു. പൗലോസ് പറയാണ്, കർത്താവേ, എനിക്ക് മനസ്സിലായി, ഈ പാപം എല്ലാം വരുന്നത് എൻ്റെ ശരീരത്തിൽ നിന്നാണ്, ചിന്തകളിൽ നിന്നല്ല. ചിന്തകൾ പോലും മോശമായി കിടക്കാനുള്ള കാരണം എൻ്റെ ശരീരം ഇത്ര വൃത്തികെട്ടതായത് കൊണ്ടാണ്. ഈ ശരീരത്തിൽ വരുന്ന ഹോർമോണുകൾ, കെമിക്കലുകൾ, അവിടെ പറഞ്ഞിരിക്കുന്ന അവയവങ്ങളിലാണ് ഈ പാപത്തിൻ്റെ പ്രമാണം വ്യാപരിക്കുന്നത്. എനിക്ക് മനസ്സുകൊണ്ട് ഇത് അനുസരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സുകൊണ്ട് നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ശരീരത്തിലെ പ്രവണതകൾ അനുവദിക്കില്ല. എന്നിട്ട് പൗലോസ് പറയാണ്, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ മരണകരമായ പാപം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വേര്, ശരീരം, ഇതിനകത്ത് നിന്ന് എന്നെ ആര് വിടുവിക്കും? അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ആത്മാവ് വന്നു കഴിഞ്ഞാൽ അവന് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനും നീതിയും തേജസ്സും പ്രാപിക്കാനുമുള്ള ഞരക്കം, ആ ഞരക്കത്തെയാണ് നമ്മൾ പ്രത്യാശ എന്ന് പറയുന്നത്. പ്രത്യാശ ഈസ് എ ഞരക്കം, ഈസ് എ ഗ്രോണിങ്, ആൻ ഇൻവേർഡ് ഗ്രോണിങ്. ഞരക്കമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ സാധാരണ പറയുന്ന എക്സാമ്പിൾ ഇതാണ്. ഇന്ന് ഈ പ്രസംഗം ഒരു 9:45 നിർത്തണമെന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. നിങ്ങളും ചിന്തിക്കുന്ന 9:45 തീരുമെന്നല്ലേ? പക്ഷെ ഞാൻ 10:45 നിർത്താതെ ഒരു വാക്യം കൂടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഫീലിംഗാണ് ഞരക്കം. അതിവിടെ കുറവാണ്, കാരണം നമ്മൾ ഇറങ്ങിപ്പോയില്ലെങ്കിൽ അടുത്ത ചർച്ചക്കാർ ഒന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നാട്ടിൽ പോകുമ്പോൾ ഇത് മനസ്സിലാവും. 1 മണിക്ക് നിർത്തേണ്ട പ്രസംഗം 1:30 പാസ്റ്റർ നിർത്താതെ 1:30 ഒരു പോയിൻറ്റും കൂടെ, ഒരു വാക്യം കൂടെ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ കേരളത്തിലെ വിശ്വാസികൾ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് കൂടെ നല്ല മടക്കും, 2-3 പ്രാവശ്യം മടക്കുമ്പോൾ നല്ല സൗണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും പോകാൻ റെഡിയായെന്ന് പാസ്റ്റർ മനസ്സിലാക്കണം. ഇനി അധികം പ്രസംഗിച്ചാൽ പാസ്റ്റർ ഒറ്റയ്ക്ക് നിന്ന് പ്രസംഗിക്കേണ്ടി വരും എന്ന് മനസ്സിലാകുമ്പോൾ, അപ്പോൾ ഇതിനാണ് ഞരക്കം എന്ന് പറയുന്നത്. നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. ഒരു ബോറൻ ക്ലാസ്സിൽ ഇരുന്ന് മടുത്ത് ബെല്ലടിക്കുന്നില്ല, പ്യൂൺ ഉറങ്ങിപ്പോയോ, എൻ്റെ കർത്താവ് ഇതെന്താ, ഇതിനാണ് ഞരക്കം എന്ന് പറയുന്നത്. അതുപോലെ രോഗം കാരണം ഞരങ്ങുന്നു. കോവിഡ് ഒന്ന് എന്താ ഞരക്കമായിരുന്നു, ഇതെങ്ങനെയെങ്കിലും ഒന്ന് മാറിയാൽ മതിയായിരുന്നു, പോസിറ്റീവോ നെഗറ്റീവ് ആയാൽ മതിയായിരുന്നു അല്ലേ? ബ്ലഡ് ടെസ്റ്റ് നടന്നു, പോസിറ്റീവ്. ബ്ലഡ് ടെസ്റ്റ് നടന്നു, പോസിറ്റീവ്. അവസാനം നെഗറ്റീവ്. ആശ്വാസമായി. ഓർമ്മയുണ്ടോ അത്? ഞരക്കം. ഇതെങ്ങനെയാലും രക്ഷപ്പെടണം. ജോലി അന്വേഷിച്ച് നടക്കുന്നു, എങ്ങനെയെങ്കിലും ജോലി കിട്ടണം, ഞരങ്ങി. പക്ഷെ നിങ്ങൾ ആരെങ്കിലും കർത്താവിനെ കിട്ടാൻ വേണ്ടി ഞരങ്ങുന്നുണ്ടോ? കർത്താവിൻ്റെ തേജസ് പ്രാപിക്കാൻ വേണ്ടി ഞരങ്ങുന്നുണ്ടോ? അയ്യോ, ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല കർത്താവേ, അങ്ങനെ ഞരങ്ങുന്നുണ്ടോ? എവിടെ? പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പറഞ്ഞ്, കാന്താ താമസം എന്താവോ,
കൺകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, നാഥാ നിൻ വരവിനായി മൽപ്രിയനെ എന്നേശ് നായകനെ എപ്പോൾ വരും. ഭയങ്കര ഞരക്കമായിരുന്നു. അവർ പ്രത്യാശയുള്ളൊരു കൂട്ടമായിരുന്നു. നമുക്ക് വിസ എപ്പോൾ വരും കർത്താവേ. ആ നമ്മുടെ ആകാശത്തിന്മേൽ പോരാടുന്ന, ഷാർജയുടെ മേൽ പോരാടുന്ന അന്ധകാര ശക്തി നീ ശാസിച്ച വിസ സ്പീഡിൽ കൊണ്ടുവരണം. എങ്ങോട്ടാ? കാനഡയിലോട്ട് ചാടാൻ വേണ്ടി. അതിനുള്ള ഞരക്കമാണ്, കർത്താവിന് വേണ്ടിയുള്ള ഞരക്കമല്ല. വി ഹാവ് ഷിഫ്റ്റഡ് ദ ഗോൾ പോസ്റ്റ്. എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് ടീമിൻ്റെ ഗോൾ പോസ്റ്റ് ഗോൾ അടിക്കുന്നതിന് പകരം പ്രാർത്ഥിച്ച് നമ്മുടെ ഗോൾ പോസ്റ്റിലോട്ട് ഗോൾ അടിച്ചുകൊണ്ടിരിക്കും. വി ഹാവ് ഷിഫ്റ്റഡ് ദ ഗോൾ പോസ്റ്റ്. എന്നിട്ട് പറയാം വിക്ടറി വിക്ടറി. എങ്ങോട്ടാണ് പോകുന്നത്? ഈ വിശാലമായ വഴി കൂടെ പോകുന്നു. ഈ വിശാലമായ വഴി മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു സ്റ്റോറി കൂടെ പറയാം, എന്നിട്ട് തിരിച്ചു വരാം. നിങ്ങൾ വിചാരിക്കും ഇതൊന്നും തീരാൻ പോകുന്നില്ല. ഇതൊക്കെ തീർന്നോളും, നമുക്ക് തീർക്കാം. ഒരു ദിവസം ഞങ്ങൾ ആന്ധ്രാപ്രദേശിലായിരിക്കുന്ന സമയത്ത് ഭയങ്കര ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്കന്ന് ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങൾ ഇരിക്കാൻ കസേര തരാനൊന്നുമില്ല. ഞാൻ രണ്ട് പായുണ്ട്. ആ പായയിനകത്താണ് എല്ലാ പരിപാടിയും ചെയ്യുന്നത്. കിടക്കുന്നു, ഉറങ്ങുന്നു, ആഹാരം കഴിക്കുന്നു, ആൾക്കാർ വന്ന് ഇരിക്കാൻ കൊടുക്കുന്നില്ല. അതിനാണ് ഗ്യാസ് ഇല്ല, മണ്ണെണ്ണ എവിടുന്നേലും ദൂരെ നിന്ന് കൊണ്ടുവരണം. അപ്പം നമുക്ക് റേഷൻ കാർഡ് ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ആരുടെയും സഹായം വേണം. അതല്ലെങ്കിൽ വിറക് കൊണ്ട് വന്ന് കുക്ക് ചെയ്യണം. ഒരു ഗ്ലാസ് ഇല്ല ചായ കൊടുക്കണമെങ്കിൽ 3-4 ഗ്ലാസ് ഉള്ളൂ. പാരലിൽ കൂടുതൽ പേര് വന്നു കഴിഞ്ഞാൽ പ്രശ്നം. അപ്പോൾ കട്ടിലോ ബെഡോ ഒന്നുമില്ല, കസേര പോലും ഇല്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യം. അടുത്ത വീട്ടിൽ അടുത്ത കടയിൽ 40 രൂപ കടം, അത് കൊടുക്കാൻ കാശില്ല. അപ്പം വാങ്ങിച്ച സാധനം വാങ്ങിച്ചു വന്നപ്പം കാശ് കൂടുതലായതാണ്. അയാൾ പറഞ്ഞ് പിന്നെ തന്നാൽ മതി, ഓക്കെ, അതവിടെ എഴുതിയിട്ടുണ്ട്. അത് കൊടുക്കാൻ കാശില്ല. ഇതിന് ഭയങ്കര, കുട്ടികൾക്ക് രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോകാൻ നിവൃത്തിയില്ല. അപ്പം ഭയങ്കര കഷ്ടതയുടെ നടുവിൽ ഇങ്ങനെ ഞാനൊരു ദിവസം കിടന്നുറങ്ങുമ്പം ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഒരു പാറക്കെട്ടിലൂടെ ഞാൻ ഇഴഞ്ഞിഴഞ്ഞു പോകുന്നു. ഭയങ്കര ദുർഘടമായ പാറയാണ്, ഇടയ്ക്ക് മുള്ളുകളുണ്ട്. അപ്പം ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഇതിനിടയിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്വപ്നത്തിൽ ഞാൻ ഈ മുള്ളിനിടയിലൂടെ നോക്കുമ്പോൾ ഒരു നല്ല റോഡ് കാണുക, സ്വപ്നത്തിൽ. അപ്പം ഞാൻ ആ സ്വപ്നത്തിൽ തന്നെ കർത്താവിനോട് പറയുകയാണ്, കർത്താവേ താങ്ക് യു, എനിക്ക് നീ നല്ലൊരു വഴി, വിശാലമായൊരു വഴി തുറന്നതിനായിട്ട് സ്തോത്രം. കണ്ണ് തുറന്നപ്പം ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നാശത്തിലേക്കുള്ള വഴി വിശാലവും അതിലേ കിടക്കുന്നവർ അനേകരുമാകുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരു വിശാലമായി വഴി വരുന്നുണ്ട്, അതിലേ കയറരുത്. അങ്ങനെ ഇരിക്കുമ്പോൾ അമേരിക്കയിൽ നിന്നൊരു ടീം വന്നു. അവർ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ചിലവ് വന്നാലും ഞങ്ങൾ നോക്കിയോളാം. അപ്പോൾ ഓൾറെഡി വാണിംഗ് കിടക്കുക, എന്തോ വിശാലമായ വഴി വരുന്നു, കയറരുത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നോ, പറ്റത്തില്ല. ഞാനന്ന് പിന്നെ ഒത്തിരി പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരോട് പലരും പറഞ്ഞു, ഈ കഷ്ടതയുടെ ഇതോടെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ദൈവം തുറന്ന വഴിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞിട്ടുണ്ട്, ഇടുക്ക് വഴിയാണ്, ജീവനിലേക്കുള്ളത്, ഇത് വിശാലമായ വഴിയാണ്, ഇങ്ങോട്ട് കയറരുത്. പിന്നെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം ആലോചിച്ചു, ഇപ്പോൾ ഒക്കെ ഞാൻ ആലോചിക്കാറുണ്ടത്, അന്നത് ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ ഞങ്ങളൊരു മിഷൻ സെൻറ്റർ തുടങ്ങിയേനെ, HIV കെയർ സെൻറ്റർ തുടങ്ങിയേനെ, ഹോസ്റ്റൽ തുടങ്ങിയേനെ, സ്കൂൾ തുടങ്ങിയേനെ. അവരെന്തിനും തയ്യാറായിരുന്നു. ചർച്ച ഉണ്ടായിരുന്നേനെ. ഇന്ന് ഈ ബുധനാഴ്ച ദിവസം ഞാൻ അവിടെ ഇരുന്ന് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്, എത്ര പേര് ഹോസ്റ്റലുണ്ട്, എത്ര പേര് കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പോയിട്ട് വന്നിട്ടില്ല, അമേരിക്കയിലുള്ള കണക്കയച്ചോ, ബാങ്കിൽ എത്രയുണ്ട്, ഇത് നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുന്ന ഒരാളായിരുന്നേനെ. എനിക്ക് വചനവുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. മരിക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞേനെ, കർത്താവേ ഞാൻ ഒന്നുമില്ലാത്തൊരു തെണ്ടിയായി ആന്ധ്രയിൽ വന്നു, നീ എന്നെ അനുഗ്രഹിച്ച് ഇത്രയും വലിയ, അതാണല്ലോ നമ്മുടെ പരിപാടി. അപ്പോൾ കർത്താവ് പറയും, നിന്നെ വിളിച്ചതുപോലും അതിനല്ലായിരുന്നു. നീ അന്ന് ഞാൻ തന്ന മുന്നറിയിപ്പ് അവഗണിച്ച് നീ ഒരു കണക്കപ്പിള്ളയായിട്ട് ജീവിതകാലം മുഴുവൻ കഴിച്ചതിന് നന്ദി പറഞ്ഞു. പക്ഷെ ശരിക്കും എൻ്റെ പണി പോലും അതല്ലായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ വിശാലമായ വഴിയെന്ന് കേൾക്കുമ്പോഴേക്കും നമ്മൾ അതിനകത്ത് ദൈവത്തിൻ്റെ പ്ലാനാന്ന് വിചാരിക്കരുത്. നമ്മുടെ കഷ്ടതയുടെ നടുവിൽ ആദ്യം വരുന്നത് സാത്താനാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം കർത്താവ് ഏറ്റവും കൂടുതൽ വിശന്ന് പൊരിഞ്ഞിരുന്നപ്പോഴാണ് സാത്താൻ അടുത്ത് വന്നത്. നമ്മൾ ദുർബലരായിരിക്കുമ്പോഴാണ് സാത്താൻ അടുത്ത് വരുന്നത്. വി നീഡ് ടു ബി അവെയർ ദാറ്റ് വി ക്യാൻ ബി ട്രാപ്ഡ്. അപ്പോൾ എത്ര ജാഗ്രതയോടെയാണ് നമ്മൾ ക്രിസ്ത്യ ജീവിതം നയിക്കേണ്ടതെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ശരീരത്തിൻ്റെ
ഈ ബലഹീനത എങ്ങനെ പരിഹരിക്കാം, അത് നമ്മുടെ ഇന്നത്തെ വിഷയം. ഹൗ ക്യാൻ വി ബിക്കം ഒബീഡിയൻറ്റ്? എങ്ങനെയാണ് നമ്മൾ ദൈവം അനുസരണമുള്ളവരാക്കി മാറ്റുന്നത്? അത് കേട്ടാലേ നിങ്ങൾക്ക് ഇനി ആശ്വാസത്തോടെ ബാക്കിയുള്ള കാര്യങ്ങൾ കേൾക്കാൻ പറ്റുള്ളൂ. റോമാലേഖനം 7-ാം അധ്യായം നമ്മൾ നോക്കുമ്പം, അത് വാക്യം പ്രത്യേകിച്ച് വായിക്കേണ്ട, എല്ലാ വാക്യവും, അത് 14 മുതൽ അത് തീരുന്ന 25 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഈ ദാരിദ്ര്യമാണ്. എന്നിട്ട് അവസാനം അതിൻ്റെ 24-ാം വാക്യത്തിൽ പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? എൻ്റെ അവസാനത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് അനുസരിക്കണം ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട്, അതായത് എൻ്റെ ശരീരം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. രക്ഷയില്ലെന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ന്യായപ്രമാണം ഒന്ന് സ്നേഹിക്കാൻ പറഞ്ഞാൽ, ന്യായപ്രമാണം ആത്മീകമാണെങ്കിലും ഇതനുസരിക്കാനുള്ള കപ്പാസിറ്റി എനിക്ക് ഇല്ല. അപ്പോൾ എങ്ങനെയാണ് കർത്താവ് നമ്മളെ രക്ഷിക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു ചെറിയ ഇല്ലസ്ട്രേഷൻ നിങ്ങളോട് പറയാം. എങ്ങനെയാണ് ഈ ദാഹം കർത്താവ് പരിഹരിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് തൃപ്തി വരുന്നത്? അത് 2-3 സ്റ്റോറി പറഞ്ഞാലേ ശരിയാവുള്ളൂ, ടൈം അനുസരിച്ച് പറയാം. ഒന്ന്, നമ്മൾ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുകയെന്ന് സങ്കല്പിക്കുക. ഈ ക്ലാസ്സിൽ ഏറ്റവും മന്ദബുദ്ധിയായ, അങ്ങനെ പറയാൻ പാടില്ല, ഡിസ്ലെക്സിക്കായ, ലേണിംഗ് ഡിസോർഡർ ഉള്ള ആൾ ഞാനാണ് എന്ന് ചിന്തിക്കുക. ഞാനാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഞാനാന്ന് പറയുമ്പം നിങ്ങളാന്ന് പറഞ്ഞോണം. മനസ്സിലായോ? അപ്പോൾ എനിക്കാണ് എപ്പോഴും 0 കിട്ടുന്നത്. 0 സ്റ്റുഡൻ്റാണ് ഞാൻ. എനിക്ക് 0യിൽ കൂടുതൽ ആരും 1/2 മാർക്ക് പോലും ഇട്ടിട്ടില്ല. തോക്കുന്നുള്ള കാര്യം ഉറപ്പ്. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്ക് 99ആണ്. എനിക്ക് അവനെ നോക്കുമ്പോഴെല്ലാം കുശുമുണ്ട്. അവന് തല കൊടുത്ത് എന്തൊരു തലയാണ്, എനിക്ക് എൻ്റെ പകുതി തല കിട്ടിയാൽ മതിയാണ്. ഇപ്പുറത്തിരിക്കുന്നവൻ 60 മാർക്കുകാരനാണ്, ഫ്രണ്ട് ഇരിക്കുന്നത് 35 മാർക്കുകാരനാണ്, പുറകെ ഇരിക്കുന്നവൻ 28കാരനാണ്. അവൻ കഷ്ടപ്പെടുക 35 കിട്ടി എങ്ങനെയും പാസ്സാവാൻ. ഞാൻ മാത്രം 0. ഞാൻ എഴുതിയാൽ ആർക്കും വായിക്കാനും പറ്റില്ല, എനിക്കൊരു ബോധവുമില്ല, ഒരു അക്ഷരം പോലും സാർമാർക്ക് പോലും ഞാൻ എഴുതിയാൽ വായിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ എൻ്റെ കാര്യം തീർത്തും പോക്കാണ്. ഓക്കെ, എങ്ങനെയുണ്ട്? സങ്കടകരമാണല്ലേ? അങ്ങനെ ഇരിക്കെ ഒരു സാർ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് എന്നോട് പറയാണ്, ചേസ ഞാനൊരു നല്ല വാർത്ത നിന്നോട് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ എന്താ നല്ല വാർത്ത? ഈ പ്രാവശ്യം പരീക്ഷയുടെ ചോദ്യപേപ്പർ ഉണ്ടാക്കുന്നത് ഞാനാണ്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ അത് മതി, എനിക്ക് ആ ചോദ്യപേപ്പർ മുഴുവൻ വേണ്ട, 35 മാർക്കിനുള്ള ചോദ്യം സാറ് നേരത്തെ പറഞ്ഞു തരാമെങ്കിൽ ഞാനത് പോയി പ്രാക്ടീസ് ചെയ്ത് പഠിച്ചുകൊണ്ട് വന്ന് എങ്ങനെയെങ്കിലും പാസ്സായി പോട്ടെ സാറേ, മടുത്തു. അപ്പോൾ സാറ് പറഞ്ഞു, ആ ചോദ്യമൊക്കെ നിനക്കറിയാം, വേണം ഞാൻ പറഞ്ഞുതരാം. ശത്രുക്കളെ സ്നേഹിക്കണം. എൻ്റെ കർത്താവേ, ഇത് തന്നെ പിന്നെയും വന്നു. ക്ഷമയുള്ളവനും താഴ്മയുള്ളവനും ആയിരിക്കണം. എൻ്റെ കർത്താവെ, എല്ലാ പ്രാർത്ഥനയിലും താഴ്ത്തി സമർപ്പിച്ച് പൊടി പോലെ സമർപ്പിച്ചിട്ടും ആരെങ്കിലും തോണ്ടുമ്പോഴേക്കും ചാടി എഴുന്നേക്കുന്ന പാമ്പ് പോലെയാണ് എൻ്റെ സ്വഭാവം. താഴ്ത്തി സമർപ്പിച്ച് അവസാനം താഴ്മ ഉള്ളവനാണെന്നുള്ള അഹങ്കാരമായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഇപ്പോൾ താഴ്മയുള്ളവനാണെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അഹങ്കാരം. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ പോയിട്ട് തിരിച്ചു വന്ന് ഇറങ്ങിയപ്പോൾ ഒരു അമ്മച്ചി ഓടി വന്ന് പറഞ്ഞ്, പാസ്റ്ററോട് എന്നെക്കുറിച്ച് എന്തെങ്കിലും ഇവിടുത്തെ പാസ്റ്റർ പറഞ്ഞായിരുന്നോ? അപ്പോൾ പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ലേ? അമ്മച്ചിക്ക് ഭയങ്കര സങ്കടമായി പോയി. ഇല്ല, ഒന്നും പറഞ്ഞില്ല. പാസ്റ്റർ എന്നാൽ ഞാൻ പറയാം. എന്താ? ഈ ചർച്ചിൽ ഏറ്റവും താഴ്മയുള്ള സഹോദരി ഞാനാണെന്നാണ് എല്ലാവരും പറയുന്നത്. താഴ്ത്തി സമർപ്പിച്ച് അവർക്ക് താഴ്മയുള്ള ആളെന്നുള്ള അഹങ്കാരം കിട്ടി. നമ്മൾ എത്ര മാത്രം ഈ ഗുണങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അത്രയും നമ്മൾ അഹങ്കാരികളും പരീശന്മാരുമായിട്ട് മാറുകയും ചെയ്യും. ഇതുപോലത്തെ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് ഈ കർത്താവിൻ്റെ നീതിയുടെ മുമ്പിലാണ് നമ്മൾ പൊട്ടുന്നത്. നമ്മൾ നന്നാകാൻ ശ്രമിച്ചാലും പ്രശ്നം. ഞാൻ എൻ്റെ കാശ് ഒത്തിരി ധനമോഹമുണ്ട്. ഞാൻ കുറച്ച് പൈസ എടുത്ത് ചുമ്മാ ആൾക്കാർക്ക് കൊടുക്കാൻ പോവാം. ഇവിടെ ഇങ്ങ് വന്നേ, 500 ദർഹം. കുറച്ച് നേരം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ 500 ദർഹം വലിച്ചെറിഞ്ഞ് കൊടുത്ത് വന്നാനാണ് ഞാൻ എന്ന് എൻ്റെ ഉള്ളം പറയുവാ. അതായത് ഏത് പ്രവർത്തനത്തിനും തുല്യവും വിപരീതമായ പ്രതിപ്രവർത്തനം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഞാൻ ആൾക്ക് 5 രൂപ സഹായിച്ചാൽ 5 രൂപയുടെ അഹങ്കാരം, ആ 5 രൂപയുടെ അഹങ്കാരം എൻ്റെ ഉള്ളിൽ വന്നിരിക്കും. ഇനി എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല എന്ന് 2 ദിവസം കഴിഞ്ഞ് പറയും, അത് 500 രൂപ ഒരു ദീർഘം എടുത്ത് കൊടുത്തിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ നടന്നവനാണ് ഞാൻ. അത് മതി. ഇവർ നന്നാവുമോ? കാരണം ഈ ശരീരത്തിൽ ഈ ഹോർമോൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നാട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. ഒരു പരീക്ഷണം ഞാൻ പറയാം. നിങ്ങളെ നാട്ടിലെ പള്ളി പണിയാൻ വേണ്ടി, എൻ്റെ പെரிய സഹോദരങ്ങളെ പള്ളി പണിയാൻ വേണ്ടി കാശ് കൊടുക്കരുത്. എന്തോരം പള്ളികളെ പണിയുന്നത്. അവിടെ ഒന്നും ആൾക്കാരില്ല, പിള്ളേരെല്ലാം നാട് വിട്ടു.
ഈ ജനറേഷൻ്റെ കഴിയുമ്പോൾ കുറേ അപ്പച്ചന്മാർ അമ്മച്ചിമാർ അവിടെ ഇരുന്ന്, ഞാനൊരു IPCയുടെ ചർച്ച ചെന്നപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരുള്ളൂ, വലിയ ചർച്ച. ഞാൻ വിചാരിച്ചു ഒരു അടിച്ച് പിരിഞ്ഞാന്നാ. ഞാൻ പാസ്റ്റർ ചോദിച്ചു എന്തെങ്കിലും വഴക്കും തല്ലിപ്പൊളിയായിട്ട് പിരിഞ്ഞാണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഇവിടുത്തെ പിള്ളേരെല്ലാം വെളിയിലാണ്, കുറേ അപ്പച്ചന്മാർ മാത്രമേ ഇവിടെ ഉള്ളൂ. അവരുടെ കാലം കഴിഞ്ഞാൽ ഇതുപോലെ സിനിമാ കോട്ടയ്ക്ക് വാടകയ്ക്ക് കൊടുക്കണം. നിങ്ങൾ ഇനിയും കേരളത്തിൽ കൊണ്ടുപോയി പള്ളി പണിയല്ല എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വെറുതെ. എന്തായാലും പണിതോ, കഥയ്ക്കകത്ത് പണിയാം, ഓക്കെ, കഥയിൽ വെളി പണിയരുത്. ഇപ്പോൾ പാസ്റ്ററെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. നമ്മുടെ ചർച്ചിന് ബാൽക്കണി പണിയുമ്പോൾ, ഓക്കെ, അതെ, ഇതാ എൻ്റെ വക 10 ലക്ഷം. പാസ്റ്റർ അത് നേരെ ഡ്രോ എടുത്ത് അകത്തോട്ട് ഇട്ടിട്ട് ഒരു രസീത് എഴുതി കൊടുക്കുക. ഒരക്ഷരം മിണ്ടുന്നില്ല, താങ്ക് യു ഇല്ല, അയ്യോ അച്ചായനില്ലായിരുന്നെങ്കിൽ ആ ഡയലോഗും ഇല്ല. നോട്ട് ഡയലോഗ്, നോ താങ്ക്സ്. അപ്പോൾ ഈ കൊടുത്തയാളുടെ ഉള്ളിലൊരു വിഷമം, ഒരു നന്ദി പോലും ആ മനുഷ്യൻ പറഞ്ഞില്ല. അപ്പോൾ ഭാര്യയുടെ വീട്ടിൽ ചെന്ന് പറയും, ഞാൻ ആ പൈസ അത്രയും കൊടുത്തിട്ട് ഒരു നന്ദി പോലും ആ മനുഷ്യൻ പറഞ്ഞില്ല. അപ്പം ഭാര്യ പറയും, ആ പുള്ളിക്ക് പൈസ കൊടുത്താൽ 5 രൂപ കൊടുത്താലും 5 ലക്ഷം കൊടുത്താലും ഒരുപോലെ ഉള്ളൂ. പുള്ളി അങ്ങനെ ഭയങ്കര ഒരു നല്ല പണം നോക്കാത്തവരാണ്. 5 രൂപ കൊടുക്കുന്നതുകൊണ്ട് 5 ലക്ഷം കൊടുക്കുന്നതുകൊണ്ട് ഒരേ മനസ്സുള്ള ആളാണ്. പാടാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, അതൊക്കെ വേണം, അങ്ങനെ വേണം, അങ്ങനെ തന്നെ ആയിരിക്കണം, ഇത് അങ്ങനെയുള്ള ശുശ്രൂഷകർ വേണം. ഇയാൾ മനസ്സിൽ പറയും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അത്ര വിശുദ്ധനാണോ ഇയാൾ, ആഹാ എന്ന് ഇയാളുടെ ഉള്ളിൽ വരും. പതുക്കെ പതുക്കെ ഇയാളുടെ കുറ്റങ്ങൾ, ഈ പാസ്റ്ററുടെ കുറ്റങ്ങൾ ഇയാൾ കണ്ടുപിടിക്കും. അത് വേറെ ആളുടെ പറയൽ പൈസ വേണ്ടായിരിക്കും, പക്ഷെ അയാൾ പറയുന്നത് തെറ്റാ, കലക്കിയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ സ്വയനീതി എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യണം. അത് പാസ്റ്റർക്ക് നേരത്തെ അറിയാവുന്നത് കൊണ്ട്, ഏതാ ബുദ്ധിയുള്ള പാസ്റ്റർമാർക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് ഈ പൈസ കിട്ടുമ്പോഴേ അവർ എഴുന്നേറ്റ് പോയി കെട്ടിപ്പിടിച്ച് അച്ചായനില്ലായിരുന്നെങ്കിൽ അവർക്കൊരാശ്വാസമായി. അവർ പിന്നെ ഒരു പ്രശ്നത്തിനും വരികയില്ല. വേണേ പരീക്ഷിച്ച് നോക്കാം. നമ്മൾ നല്ലവരാകാൻ ശ്രമിച്ചാൽ നമ്മൾ അതിനേക്കാൾ വഷളാവും. ഇതൊരു ഇലാസ്റ്റിക് എഫക്റ്റ്. ഇത് എത്ര ഇങ്ങോട്ട് വലിക്കുന്നോ അത്ര ശക്തി പോയി അടിക്കും തിരിച്ച്. വണ്ടിക്കകത്തിരുന്ന് വണ്ടി തള്ളുന്നല്ലേ നമ്മൾ സ്വയം നന്നാക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ മനസ്സുകൊണ്ട് വണ്ടി തള്ളുന്നുണ്ട്, മനസ്സുകൊണ്ട്, പക്ഷെ ശരീരം തിരിച്ചു തള്ളുക. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഞാൻ ദാരിദ്ര്യം ശരിക്കും മനസ്സിലായില്ലേ 2-3 ദിവസം കൊണ്ട്. നന്മ ചെയ്താലും രക്ഷപ്പെടാൻ പറ്റത്തോ. ഇനിയിപ്പോൾ തൃപ്തി വരുന്ന എങ്ങനെയാണെന്നും കൂടെ 5-8-10 മിനിറ്റ് കൊണ്ട് പറയണം. അപ്പോൾ ഈ സാറ് ഇങ്ങനെ പറഞ്ഞപ്പം എനിക്ക് മനസ്സിലായി, ഈ ക്വസ്റ്റ്യൻ ആൻസർ ആണെങ്കിൽ ഞാൻ ഈ പ്രാവശ്യവും പൊട്ടി. അപ്പോൾ സാറ് പറഞ്ഞു, ഒരു നല്ല വാർത്തയും കൂടെ ഉണ്ട്. പക്ഷേ അതെന്താണ്? ഈ പ്രാവശ്യം നിൻ്റെ പരീക്ഷയുടെ പേപ്പർ നോക്കുന്നത് ഞാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് മതി, ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് ഇട്ടേക്കാം, ക്വസ്റ്റ്യൻ അതുപോലെ എഴുതി വെക്കാം. സാർ വായിക്കാൻ ഇതിൽ കഷ്ടപ്പെടും, എന്നാലും അത് എന്തെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ 5, 3, 4, 8 ഇട്ട് എങ്ങനെയെങ്കിലും 35 ആക്കി എന്നെ ഒന്ന് രക്ഷിക്കുക സാറേ. അപ്പോൾ സാറ് പറയും, എടാ 2-3 പ്രശ്നങ്ങളുണ്ട്. 2 പ്രശ്നമുണ്ട്. എന്താ? ഒന്ന്, നിൻ്റെ പേപ്പറിൽ ഇന്നേ വരെ ആരും 1/2 മാർക്ക് പോലും ഇട്ടിട്ടില്ല. ഇത്രയും മാർക്ക് ഞാൻ ഇട്ടാൽ തീർച്ചയായിട്ടും ആൾക്കാർ പേപ്പർ എടുത്ത് നോക്കും, ഞാൻ പ്രശ്നത്തിലാവും. രണ്ടാമത്തെ പ്രശ്നം അതാണ് സീരിയസ്. അതെന്താ? സാധാരണ പരീക്ഷ പോലല്ല. ഒരു കൽപ്പന ലംഘിച്ചാൽ എല്ലാ കൽപ്പനയും ലംഘിച്ച പോലെ, അതായത് 100-ൽ 99 കിട്ടിയാലും തോക്കും, 100-ൽ 100 കിട്ടുന്നു. ഒരെണ്ണം തെറ്റിയാൽ തെറ്റി. അപ്പോൾ എനിക്കൊരാശ്വാസമായി. ഇപ്പുറത്തിരിക്കുന്ന 99 പോയി, അപ്പുറത്തിരിക്കുന്ന 60 പോയി, ഫ്രണ്ടിരിക്കുന്ന 35 പോയി, ബാക്കിയിരിക്കുന്ന 22 പോയി, എല്ലാം പോയി, ഞാനും പോയി. അതാകെയുള്ളൊരാശ്വാസം. നമ്മുടെ അപ്പുറത്തുള്ളവരും പോകാം, ഇപ്പുറത്തുള്ളവരും പോകാം. അതാണ് നമ്മുടെ ആകെയുള്ളൊരാശ്വാസം. എന്നാലും നമ്മൾ രക്ഷപ്പെടണമല്ലോ. അപ്പോൾ ഞാൻ ഇത്തിരി നീതിമാനൊക്കെ കളിച്ച് സാറിന് പറയാം, എൻ്റെ സാറേ, ഞാൻ വിചാരിച്ച് 35 മാർക്ക് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ, 100 മാർക്കിന് എങ്ങനെ വിചാരിച്ചാലും എനിക്ക് കിട്ടത്തില്ല. അപ്പോൾ സാറ് പറയും, ഒരു അത്ഭുതം ഞാൻ നിന്നോട് പങ്കുവയ്ക്കാൻ പോകണം. എന്താ സാറേ? ഈ ക്ലാസ്സിൽ നീ മാത്രമേ ജയിക്കുള്ളൂ. വാട്ട്? ഇതാണ് രക്ഷയുടെ അത്ഭുതം എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണെന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കാരണം പാപികൾ മാത്രമേ രക്ഷപ്പെടുള്ളൂ. അതായത് ഒരു കഴിവില്ലാത്ത ഏറ്റവും പുറകെ കിടക്കുന്ന മാത്രം, ആ അലറി വിളിക്കുന്ന നെഞ്ചത്തിരിക്കുന്ന ചുങ്കക്കാരൻ മാത്രം. ഇത് ദൈവത്തിൻ്റെ ഒരു ഭയങ്കര ഓപ്പറേഷനാണ്. അതെങ്ങനെയാണ്? ഈ ആത്മദാരിദ്ര്യമുള്ളവർക്ക് മാത്രമേ. അതായത് ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പ്രസംഗിച്ച പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ 0 ഒന്നും അല്ല കേട്ടോ തോന്നുന്നുണ്ടെങ്കിൽ ഗോൺ. ഇത്രയും നേരം ഞാനിത് പറയാനുള്ള കാരണം, നമ്മുടെ ഹൃദയത്തിൽ ഇത് കേൾക്കുമ്പോൾ അയ്യോ, ഞാൻ പൗലോസ് പറഞ്ഞ പോലെ wretched man that I am,
എന്ന് എൻ്റെ ഹൃദയത്തിനകത്ത് വന്നേ പറ്റൂ, അല്ലേ നമ്മൾ പോക്കാണ്. ഇയാൾ പറയാണ്, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിൽ ഒരു ടെസ്റ്റ് നടത്തിയായിരുന്നല്ലോ, സൈക്കോളജി ടെസ്റ്റ്. നടത്തിയായിരുന്നു. എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് വന്നിട്ട് നിന്നെ പരിശോധിച്ച് ഓർമ്മയുണ്ടോ? ഉണ്ട് സാറേ. അതെന്തിനായിരുന്നു? നിനക്ക് എക്സാം എഴുതാനുള്ള കപ്പാസിറ്റി ഇല്ല, നിനക്ക് ഡിസ്ലെക്സിയ ഉണ്ടെന്ന് ഡയഗ്നോസിസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം, കേരള ഗവൺമെൻറ്റിന് നിയമമുണ്ട്, ആന്ധ്ര ഗവൺമെൻറ്റിന് നിയമമുണ്ട്, ഞങ്ങളുടെ ഒരു കൊച്ചു ആ നിയമത്തിലാണ് 10ാം ക്ലാസ് പാസ്സായത്. ഡിസ്ലെക്സിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു സ്ക്രൈബിനെ വെച്ച് എക്സാം എഴുതാം എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുത്താൽ മതി, വേറെ എഴുതിക്കോളും. അപ്പം ഞാൻ പറഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനമാണ് സാർ? എനിക്കൊന്നും അറിയാൻ മേല. ഒരു സ്ക്രൈബിനെ വിളിച്ചിരുത്തിയാൽ 10ാം ക്ലാസ്സിലെ പിള്ളേർക്ക് 9ാം ക്ലാസ്സിലെ പയ്യനായിരിക്കും സ്ക്രൈബ്. ഒരു വിവരമില്ലാത്തവനെ സ്ക്രൈബായിട്ട് ഇരുത്തുകയില്ല. അങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ ഏത് തീറ്റയാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പറ്റത്തില്ല. അവന് ബേസിക് മാത്തമാറ്റിക്സ് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ പൈ എന്ന് പറയുമ്പോൾ പശുവാണോ എന്ന് ചിന്തിക്കും. അപ്പോൾ പൈ എന്ന് പറയുമ്പോൾ ഉടൻ അത് ഓർമ്മ വരണം. പൈ അതിൻ്റെ വാല്യൂ 3.1415, അത് ഒരിക്കലും അവസാനിക്കാത്ത അത് ഓർമ്മ വരണം. അപ്പോൾ അങ്ങനെ കുറച്ച് വിവരമുള്ളൂ. എന്നാൽ ഒത്തിരി വിവരം ഇല്ലാത്തവരെയാണ് സാധാരണ എന്ത് ചെയ്യുന്നത്, ഈ സ്ക്രൈബായിട്ടിരുത്തുന്നത്. അപ്പം ഞാൻ പറയാണ്, എൻ്റെ സാറേ എനിക്ക് തന്നെ ഒന്നും അറിയില്ല, പിന്നെ സ്ക്രൈബിനെ വെച്ച് എഴുതിപ്പിച്ചാൽ ഞാൻ എങ്ങനെ പാസ്സാവും, 100 കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു, ആ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നത് ഞാനാണല്ലോ. അതെ. ആൻസർ പേപ്പർ വാല്യൂ ചെയ്യുന്നത് ഞാനാണല്ലോ. അതെ. നിൻ്റെ സ്ക്രൈബ് ഞാൻ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആകെ ഒരാളേ ഉള്ളൂ. ഈ കർത്താവ് തന്നെ സ്ക്രൈബായി വന്നില്ലെങ്കിൽ നമ്മളെല്ലാം പോക്കാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, പാസ്റ്റർ ഇത് എവിടെ നിന്ന് ചൂണ്ടിക്കൊണ്ടുവന്നാണ്? ഇതൊന്നും ബൈബിളിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. എവിടെയാണ് കർത്താവ് ഇങ്ങനെയുള്ള ഒന്നിനും കൊള്ളാത്ത ആൾക്കാർക്ക് സ്ക്രൈബായിട്ട് വരുന്നത്, പകരക്കാരനായിട്ട് വരുന്നത്? അതാണ് 8ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വായിച്ചു നോക്കിയേ. 8ാം അധ്യായത്തിൻ്റെ 3ാം വാക്യം എന്താ പറയുന്നത്? ജഡത്താലുള്ള ബലഹീന നിമിത്തം. അതായത് എൻ്റെ ജഡത്തിനകത്ത് നല്ല ഹോർമോണുകളൊന്നും ഇല്ലാത്തത് കൊണ്ട്, ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കാൻ. ന്യായപ്രമാണത്തിന് എന്നെ നീതിമാനാക്കാൻ പറ്റിയില്ല. ന്യായപ്രമാണം ഒത്തിരി ശ്രമിച്ചു, പക്ഷെ എന്നെ ഒത്തിരി നീതി പ്രവൃത്തിയും ഉണ്ടാക്കി, പക്ഷെ എന്നെ നീതിമാനാക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ ജഡം കൊള്ളില്ലായിരുന്നു. മനസ്സിലായ? അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ന്യായപ്രമാണത്തോട് ചോദിച്ചു, ന്യായപ്രമാണം ചെയ്സ് എങ്ങനെയുണ്ട്? അന്നേരം പറഞ്ഞു, എൻ്റെ കർത്താവ് ചെറുപ്പകാലം തൊട്ട് അവനെ ഞാൻ ഇത്രയും ഡിസിപ്ലിൻ ചെയ്യാൻ ശ്രമിച്ച വേറെ ഒരാളുമില്ല. ഞാൻ നിങ്ങൾ എൻ്റെ കഥ പറഞ്ഞില്ലേ? ന്യായപ്രമാണം എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു പാപം ചെയ്യാതിരിക്കാൻ. അവസാനം കർത്താവിൻ്റെ പറയും, എൻ്റെ കർത്താവ് അവൻ്റെ ശരീരം കൊള്ളത്തില്ല, പെട്ടെന്ന് ദേഷ്യം വരുന്നത്. ഇങ്ങനെയുള്ളവനെ കൊണ്ട് എങ്ങനെ അനുസരിപ്പിക്കാനാണ്? തോറ്റു. അപ്പം പ്രമാണം എന്നെ നീതിമാനാക്കാൻ പറ്റുന്നില്ല. അപ്പം കർത്താവിന് എന്നെ നീതിമാനാക്കിയേ പറ്റൂ. അപ്പോൾ കർത്താവ് എന്താ ചെയ്യുന്നറിയോ? ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കാൻ ദൈവം തൻ്റെ പുത്രനെ കർത്താവിനെ പാപജഡത്തിൻ്റെ സദൃശ്യത്തിൽ, അതായത് നമ്മുടെ അതുപോലുള്ളൊരു ജഡം പോലിരിക്കും, എന്നെപ്പോലെ തന്നെ ഇരിക്കുന്ന ഒരു രൂപത്തിൽ എനിക്ക് പകരം ഈ ലോകത്തിലേക്ക് അയച്ചു. ബിക്കോസ് ഐ കുഡ് നോട്ട് കംപ്ലീറ്റ് ദ റൈച്ചസ്നെസ്. നമ്മൾ ഈ നീതിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ഈ ന്യായപ്രമാണത്തിലെ നീതി എന്ന് പറഞ്ഞൊരു മാങ്ങാപ്പഴം പോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഓരോ മാങ്ങാപ്പഴം തന്നാൽ എന്നിട്ട് പറയുകയാണ് 5 മിനിറ്റ് കൊണ്ട് വെരി ഗുഡ് 10 മിനിറ്റ് കൊണ്ട് ഇത് തിന്ന് തീർക്കണം, ഇതാണ് കമാൻഡ്മെൻറ്റ്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മാങ്ങാപ്പഴം കൊടുത്തു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, കൽപ്പന അനുസരിച്ചവരെല്ലാം കൈപോക്ക്. നിങ്ങൾ എത്ര പേര് അനുസരിക്കും? നിങ്ങളെല്ലാവരും കൈപോക്കും, പക്ഷേ കയ്യിലെ മാങ്ങാണ്ടി അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും. ന്യായപ്രമാണം അങ്ങനെയാണ്. ഇതിൻ്റെ സോഫ്റ്റ് പുറന്തോട് കഴിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഇതിൻ്റെ അകത്തുള്ള ഹാർഡ് ജീവൻ തരുന്ന ഭാഗമുണ്ട്, കട്ടിയായ ഭാഗം. അത് പൂർത്തിയാക്കാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഈ കർത്താവിന് മാത്രമേ ഈ ന്യായപ്രമാണത്തെ പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇത് പൂർത്തിയാകുന്നത് വരെ ഇന്നൊരു വള്ളിയും പുള്ളിയും അഴിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് പൂർത്തിയാക്കാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ട് കർത്താവ് തന്നെ ഇറങ്ങി വന്നാണ് ആ നീതിയെ പൂർത്തിയാക്കുന്നത്. അടുത്ത വാക്യം പറയുന്നത് ഞാൻ വായിക്കാം. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സദൃശ്യത്തിലും പാപനിമിത്തം വെച്ചു. അപ്പം എൻ്റെ പാപനിമിത്തം എൻ്റെ അതേ ശരീരം, വിശക്കുന്ന, ദാഹിക്കുന്ന, ടയേർഡാകുന്ന,
മരണം അനുഭവിക്കാൻ പറ്റുന്ന ഒരു ശരീരത്തിൽ ദൈവം തന്നെ എനിക്ക് പകരം ഇറങ്ങി വന്നു. എന്നാൽ പാപജഡത്തിലല്ല വന്നത്, പാപജഡത്തിൻ്റെ സദൃശ്യത്തിലാണ് വന്നത്. ഹി ലുക്ക്ഡ് ലൈക്ക് എ സിന്നർ ബട്ട് ദർ വാസ് നോ സിൻ ഇൻ ഹിം. അതാണ് യോഹന്നാൻ പറയുന്നത്, അഗ്നിസർപ്പങ്ങൾ കടിച്ചവരെല്ലാം മരിച്ചു, എന്നാൽ പിച്ചള സർപ്പത്തെ കണ്ടാൽ അഗ്നി സർപ്പം പോലെ തന്നെ ഇരിക്കുമായിരുന്നു, എന്നാൽ ആ പിച്ചള സർപ്പത്തിൽ വിഷമുണ്ടായിരുന്നില്ല. ഇറ്റ് ലുക്ക്ഡ് എക്സാക്ട്ലി ലൈക്ക് ദ ഫയറി സ്നേക്സ് ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ഹാവ് എനി പോയിസൺ ഇൻ ഹിം. അതാണ് പിച്ചള സർപ്പം. കർത്താവിനെ എങ്ങനെ ഉയർത്തിയിരിക്കുന്നത്? മരുഭൂമിയിൽ മോശെ പിച്ചള സർപ്പത്തെ ഉയർത്തിയിരിക്കുന്നത് പോലെ കർത്താവിനെ നമുക്കായി, അവനെ നോക്കുന്നവരെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അടുത്ത വാക്യം, 4-ാം വാക്യത്തിൽ പറയുന്നത്, ജഡത്താലുള്ള ബലഹീനത ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഇത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. വി വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ ദ കമ്മിങ് ഡേയ്സ്. പാപത്തിന്, എൻ്റെ പാപത്തിന് ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ എന്ത് ചെയ്തു? ശിക്ഷ വിധിച്ചു. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഇവിടെ വേറൊരു പ്രശ്നമാണ് നടന്നിട്ടുണ്ട്, അത് നമ്മൾ പിന്നീട് കാണാം. യേശു ക്രിസ്തു ആ കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ ഞാനും കൂടെയാണ്, എൻ്റെ പഴയ മനുഷ്യനും കൂടെയാണ് അവിടെ ക്രൂശിക്കപ്പെടുന്നത്. അതാണ് ബൈബിൾ പറയുന്നത്, നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ എവിടെ തീർന്നു? ആ കാൽവരി ക്രൂശിൽ യേശുവിൻ്റെ ശരീരത്തിൽ അത് വഹിച്ചു. ഒന്ന്. അടുത്തത്, ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിറവേറേണ്ടതിന് തന്നെ. ഇന്നലെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആത്മാവിനനുസരിച്ച് നടക്കുന്നതും ജഡത്തെ അനുസരിച്ച് നടക്കുന്നതും വ്യത്യാസം എന്താണ്? നമ്മുടെ ജഡം നമ്മൾ പറയുമ്പോൾ നമ്മളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറി, അപ്പോൾ ഒരാൾ നല്ലൊരു സാരി കണ്ടു, അല്ലെ ചുരിദാർ കണ്ടു, അല്ലെ ഷർട്ട് മതി. നമ്മൾ എപ്പോഴും സഹോദരിമാരെ എടുത്ത് കോട്ട് ചെയ്യുന്നത് ശരിയല്ല. നമ്മുടെ കാര്യം, നല്ലൊരു ഷർട്ട് കണ്ടു, വില നോക്കിയപ്പോൾ 3500 രൂപ. തപ്പി നോക്കിയപ്പോൾ 2800 രൂപയുള്ളൂ. അപ്പോൾ ശരീരം പറയുക, എന്ത് നല്ല ഷർട്ടാ, അതിട്ട് കഴിഞ്ഞ ആൾക്കാർ നമ്മളെന്ന് നോട്ട് ചെയ്യും. അപ്പോൾ ഞാൻ പറയും, നോട്ട് ചെയ്യും, പക്ഷെ കാശില്ല. അതുകൊണ്ട് നമുക്ക് 1000 ഷർട്ട് പോരെ മൈൻഡ് ചോദിക്കും. ശരീരത്തിന് ദാഹമാണ്, ശരീരത്തിന് വികാരങ്ങളാണ്, ശരീരത്തിന് ഇത് കാണുമ്പം കൊതിയാണ്. വേണ്ട, 2500 എടുക്കാൻ നോക്കാം. ഇത് തമ്മിലൊരു തർക്കമുണ്ട്. ഈ തർക്കം ഉണ്ടായി അവസാനം ഇവർ രണ്ടുപേരും സെറ്റിലായിട്ട് പറയാം, ഓക്കെ നമുക്ക് 2000 രൂപയുടെ എടുക്കാം. അങ്ങനെയല്ലേ സാധാരണ കച്ചവടമെല്ലാം നടക്കുന്നത്? നമ്മുടെ എല്ലാ പരിപാടികളും അങ്ങനെ നടക്കുന്നത്. ഒന്നും കൂടെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ശബ്ദമുണ്ട്. ഒന്ന് ശരീരത്തിൻ്റെ വികാരങ്ങളുടെ ശബ്ദം, ഒരു പൊട്ടിയൊരു കൊടുത്തേക്കാം. പിള്ളേർ ഭയങ്കര ബഹളമാണ്, ശരീരത്തിന് ദേഷ്യം ഇങ്ങനെ വരുമ്പം ഒന്ന് പൊട്ടിക്കാൻ തോന്നും. മനസ്സ് പറയും, വെറുതെ തല്ലിയിട്ട് എന്നാ കാര്യം, വിട്ടേക്കാം. ഇത് 2 തമ്മിലൊരു കോംപ്രമൈസാണ് നമ്മുടെ ലൈഫ്. ആണോ? നിങ്ങളൊന്നും സമ്മതിക്കുന്നുമില്ല. ആണോ? ആയിരിക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെ ജീവിച്ചു പോയാൽ നമ്മൾ ആരുടെ നീതിയാണ് നിവർത്തിക്കുന്നത്? മനുഷ്യൻ്റെ നീതി നിവർത്തിക്കുന്നത്. ഇനി ഒരു നിമിഷം ആലോചിച്ച് നോക്കിയേ, ഞാൻ അതിനോട് മരിച്ചു, എൻ്റെ പഴയ ജഡത്തിൻ്റെ നീതിയോട് ഞാൻ മരിച്ചു. ഞാൻ പറയാം, കർത്താവേ നീ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അപ്പോൾ എനിക്ക് പൗലോസ് പറഞ്ഞ പോലെ ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ആരാണ്? ക്രിസ്തു അത്രേ. അപ്പോൾ എൻ്റെ ഉള്ളിൽ വരികയാണ്, എന്താ വരുന്നത്? ആ പാവം പിള്ളേർ, അവർക്ക് അത്രയും ബോധമുള്ളൂ, വിട്ടേക്കാം. നിങ്ങൾ ആ തല്ലുന്നതിനേക്കാൾ എഫക്റ്റീവാണൊന്ന് കെട്ടിപ്പിടിക്കുന്നത്. ഒന്ന് പോയി കെട്ടിപ്പിടിച്ചിട്ട് സ്നേഹമായിട്ടൊന്ന് സംസാരിച്ച് നോക്കിയേ. അവർ നിങ്ങളെ ജീവിതകാലം മുഴുവൻ അനുസരിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ ദേഷ്യം തീർത്തേ പറ്റുള്ളൂ, 2 പൊട്ടിന് കൊടുത്തേ പറ്റുള്ളൂ. നന്നാകാൻ വേണ്ടിയാടാ അപ്പനമ്മയും തല്ലുന്നത്, ചുമ്മാതാ ദേഷ്യം തീർക്കാൻ വേണ്ടിയാണ് തല്ലുന്നത്, അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് യേശു ക്രിസ്തു എന്ന പകരക്കാരൻ, അതെങ്ങനെയാണ്? വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നാളെ വിഷയങ്ങളുടെ മേലെ, അതല്ല ഫെയ്ത്ത്. ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്നത് ക്രിസ്തു ആണെന്നുള്ളതാണ് എൻ്റെ ഫെയ്ത്ത്. അപ്പോൾ ഏത് സാഹചര്യത്തിൽ എനിക്കൊരു പകരക്കാരനുണ്ട്. ആരാണ് ആ പകരക്കാരൻ? ഞാനല്ല, ക്രിസ്തു അത്രേ. വാട്ട് വുഡ് ജീസസ് ഡു? ഈ ക്രിസ്തു എനിക്ക് പകരക്കാരനായി ആത്മാവിൽ എനിക്ക് ആ ജീവൻ കിട്ടുവാണ്. നമ്മൾ ഓർക്കുന്നുണ്ട് ഇന്നലെ പറഞ്ഞത്, ആത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മളെ ജീവിപ്പിക്കുന്നു, പുത്രൻ്റെ ജീവനെ തരുന്നു. ഈ ജീവൻ നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുമ്പോഴെല്ലാം നമ്മൾ ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവനാണ്. യുക്തി വെച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവനും. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത്? അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ നീതി എങ്ങനെ നിവർത്തിക്കുന്നതെന്ന് കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. 4 മിനിറ്റ്, 4 മിനിറ്റ്. റോമാലേഖനം 5
1-2 വാക്യങ്ങൾ പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ നമ്മൾ ദരിദ്രന്മാരാണ്, നമ്മൾ സിന്നേഴ്സാണ്, നമുക്ക് ഭയങ്കരമായ ദാഹമാണ്, ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടിയുള്ള ദാഹം ഉള്ളപ്പോൾ തന്നെ നമുക്ക് ദൈവവുമായിട്ടൊരു സമാധാനമുണ്ട്. ഇതെങ്ങനെ കിട്ടി? ഇതൊരു ഭയങ്കര അത്ഭുതമാണ്. പാപം എന്ന വാക്കിന് ഗ്രീക്കിൽ പറയുന്ന ഹമാർത്തിയ എന്നാണ്. ഹമാർത്തിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആർക്ക് പറയാം? ഇത് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പറയാം. ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് പോവുക, അതായത് ലക്ഷ്യം തെറ്റിപ്പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് പാപം നീതി എന്താണെന്ന് നമുക്ക് നോക്കാം. യേശു ക്രിസ്തു ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ കർത്താവിന് ഒരിക്കൽ പോലും എന്ത് സംഭവിച്ചിട്ടില്ല? ലക്ഷ്യം തെറ്റിയിട്ടില്ല. പെർഫെക്റ്റ് ആയിരുന്നു. അതാണ് നമ്മുടെ പകരക്കാരൻ, നമ്മുടെ രക്ഷകൻ. എന്നിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നു? എന്നെ ജീവിക്കാൻ വിട്ടേക്കുവാണ് അവൻ്റെ ആത്മാവിനെ തന്നിട്ട്. പക്ഷേ എൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ആത്മാവ് ഉള്ളിലുണ്ടെങ്കിലും ശരീരമാകെ കുഴപ്പക്കാരനാണ്. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ 1000 കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഒരു ലക്ഷ്യം എടുത്ത് നോക്കിയോ. ഇപ്പോൾ ഗോഡ് എന്നുള്ളതിൻ്റെ ഓ അല്ല, വേണ്ട, അത് വേണ്ട. റോമൻസ് എന്നുള്ളതിൻ്റെ ഓ കണ്ടോ? കണ്ടോ? എല്ലാവരും കണ്ടോ? അപ്പോൾ ഞാൻ ആ ഡോറിന് മുകളിൽ നിന്ന് ഇങ്ങനെ ആരോ എറിയുമെന്ന് വിചാരിച്ചോ. എവിടെ കൊള്ളണം? പാപം ഇല്ലെങ്കിൽ എവിടെ കൊള്ളണം? ലക്ഷ്യം തെറ്റാതിരിക്കുകയാണെങ്കിൽ എവിടെ കൊള്ളണം? ഓയിൽ കൊള്ളണം, അല്ലേ? ശരിയല്ലേ? അപ്പോൾ പാപമില്ല. എമ്മി കൊണ്ടാൽ ഹമാർത്തിയ. യേശുക്രിസ്തു എറിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? എല്ലാം സീറോയിലായിരുന്നു, ഓയിലായിരുന്നു, അല്ലേ? ആണല്ലോ. അപ്പോൾ ഞാൻ വിശ്വാസത്താലാണ്. യേശുക്രിസ്തു പ്രവൃത്തിയാൽ പൂർത്തിയാക്കി, ഞാൻ വിശ്വാസത്താൽ അറ്റംപ്റ്റ് ചെയ്യുകയാണ്. ഞാൻ ബാക്കിൽ നിന്ന് ആരോ ഓയിലേക്ക് അങ്ങോട്ട് നോക്കില്ല കേട്ടോ, ഇവിടെ ഞാനിങ്ങനെയല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. ഞാൻ ആ ക്ലോക്ക് ഉന്നം വെച്ചേക്കുക, അതിൻ്റെ സെൻറ്ററിൽ അടിക്കണം. ആരോ പോയി എവിടോ വീണു, പിന്നെ ഉന്നം വെച്ച് പിന്നെ എവിടോ വീണു. ഇങ്ങനെ 1000 100 ആരോവായി, 500 ആരോവായി, 1000 ആരോ ഉള്ളൂ. ആകെ 999 ആരോ ക്ലോക്കിൽ കൊണ്ടു, സെൻറ്ററിൽ കൊണ്ടില്ല. ഞാൻ മരിച്ചുപോയി. സ്വർഗത്തിൽ ചെന്നു കേട്ടോ. അതാണ് രസം. അവിടെ ചെന്നപ്പോൾ കർത്താവ് വെച്ചു, എങ്ങനെ ഉണ്ടായിരുന്നടാ നിൻ്റെ ഈ ലോകത്തിലെ ജീവിതം? ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, ഞാൻ ആകെ പാപിയാണ്, ഇപ്പോഴും നിനക്ക് എന്നെ നരകത്തിൽ വിടാം, ഒരു മെറിറ്റുമില്ല. ഞാൻ എങ്ങനെ ഇവിടെ വന്നു? നിൻ്റെ കൃപയാൽ മാത്രം വന്നു. എങ്ങനെയുണ്ട്? ഞാൻ കർത്താവിനോട്, എന്നെ ഇവിടെ കൊണ്ടുവന്ന കർത്താവേ നിനക്ക് സ്തോത്രം, എല്ലാം നിൻ്റെ യോഗ്യതയാണ്. അപ്പോൾ കർത്താവ് പറയും, നിൻ്റെ നീതി എങ്ങനെ ഉണ്ടായിരുന്നു? നീ അനുസരിച്ചോ? അപ്പോൾ ഞാൻ പറയും, കർത്താവേ, നീ എന്നെ മോനെന്ന് വിളിച്ചു, പുത്രത്വം തന്നു, ആത്മാവിനെ തന്നു, കർത്താവിനുണ്ടായിരുന്ന എല്ലാ റിസോഴ്സസും തന്നു. പക്ഷെ ഞാൻ അനുസരിച്ച് ഒന്നും ശരിയായില്ല കർത്താവ്, അവിടെ ഇവിടെയൊക്കെ ആയിപ്പോയി. ഒരെണ്ണമെങ്കിലും ആ സെൻറ്ററിൽ കൊള്ളിച്ചിട്ട് വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പോൾ കർത്താവ് പറയും, മോനെ, നീ എവിടെ കൊള്ളിച്ചു എന്ന് ഞാൻ നോക്കിയിട്ടില്ല, എങ്ങോട്ടോ ഉന്നം വെച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നോക്കിയത്. അതാണ് വിശ്വാസത്താലുള്ള നീതി. നീ എപ്പോഴെല്ലാം കർത്താവിന് വേണ്ടി ദാഹിച്ചോ, എപ്പോഴെല്ലാം നീതിക്ക് വേണ്ടി നിൻ്റെ ഉള്ളം പിടഞ്ഞോ, എപ്പോഴെല്ലാം കർത്താവെ എന്നെപ്പോലെ വേണ്ട, എൻ്റെ ബുദ്ധി വേണ്ട, നിൻ്റെ ബുദ്ധി മതി, നിൻ്റെ ഹൃദയം പറഞ്ഞു, അപ്പോഴെല്ലാം അത് നീതിയായി ഞാൻ കണക്കിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആർക്കാ തൃപ്തി വന്നത്? ഈ ക്രിസ്തുവിൻ്റെ നീതിക്ക് വേണ്ടി ദാഹിക്കുന്നത്. എവിടെ കൊണ്ടു എന്നുള്ളതല്ല, അവിടെ രണ്ടാമതോടെ കൊള്ളാതിരിക്കുമ്പോൾ അടുത്ത ആരോ എറിഞ്ഞുകൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഉന്നം വയ്ക്കുന്നത്, കർത്താവേ ഈ പ്രാവശ്യമെങ്കിലും നിന്നെപ്പോലെ. എവിടെ? പക്ഷെ ഓരോ സമയത്തും നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. കാരണം നമ്മുടെ ഉന്നത്തെയാണ്, ഫെയ്ത്തിനെയാണ് കർത്താവ് എന്തായിട്ട് വെച്ചിരിക്കുന്നത്? നമ്മുടെ നീതിയായിട്ട് വെച്ചിരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലായത്? എങ്ങനെ ദാഹിക്കുന്നവർക്ക് തൃപ്തി വരുന്നത്? അവസാനം നമ്മൾ ഓടി ചെല്ലുമ്പം നമ്മൾ കർത്താവിനെ പോലെ ഇവിടെ ആവില്ലായിരിക്കാം, പക്ഷേ നമ്മൾ ഉന്നം വെച്ച അതെന്താണോ അത് കർത്താവ് നമുക്ക് തരും. ആ നീതി വസ്ത്രം നമ്മളെ അവൻ അണിയിക്കും. ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്, 5 ആരോ എറിയാൻ പോലും എനിക്ക് ആയുസില്ലായിരുന്നു. ആ ക്രൂശിലെ കള്ളൻ ആകെ ഒരാരോ പോലും എറിഞ്ഞില്ല, അതിനുമ്പോൾ തട്ടിപ്പോയി. അപ്പോൾ അവൻ്റെ ഗതി എന്താവും? അപ്പോൾ കർത്താവ് പറയാണ്, രാവിലെ 9 മണി മുതൽ അധ്വാനിച്ചവനും വൈകിട്ട് 5 മണിക്കൊന്ന് പണിതവനും എല്ലാം ഒരേ കൂലിയാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇനി മുമ്പോട്ടുള്ള ലൈഫിൽ ഞാനല്ല ക്രിസ്തു അത്രയെന്നുള്ള ആ റെവലേഷൻ നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളിലും നമ്മൾ കർത്താവിനായിട്ട് ദാഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിൻ്റെ നീതി തന്നെയാണ് ദാഹിക്കുന്നത്. ശരിയാണോ ഞാൻ പറഞ്ഞത്? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ക്രിസ്തു എന്ന പകരക്കാരനിലൂടെയാണ് ഞാൻ ദൈവത്തിൻ്റെ നീതിയിലേക്ക് കടക്കുന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? മനസ്സിലായോ? ഫെയ്ത്ത് എങ്ങനെയാണ് നീതിയായി മാറുന്നത് മനസ്സിലായോ? എങ്ങനെയാണ് ദാഹിക്കുന്നവർക്ക് തൃപ്തി വരുന്നത്? ഇത് ഫണ്ടമെൻ്റൽ ഡോക്ട്രിൻസിൻ്റെ ഭാഗമാണ് ക്രിസ്ത്യാനിറ്റിയുടെ. നമ്മളിത് എല്ലാ ജനങ്ങളോടും ഈ റോമാലേഖനം പഠിപ്പിക്കാതെ
കർത്താവിൻ്റെ നീതിയെക്കുറിച്ച് പഠിപ്പിക്കാതെ സകല ജനത്തിനും ഇത് മറച്ചു വെച്ചിരിക്കുന്നു. എന്നാൽ ഈ അന്ത്യകാലത്ത് സഹോദരങ്ങളെ, നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴി, നീതിമാന്മാരാകാനുള്ള വഴി, ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കുന്നതിനുള്ള വഴിയാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രനിലൂടെ ഞങ്ങൾക്ക് തന്ന തൃപ്തി കർത്താവെ, ആ നീതിയുടെ സംതൃപ്തിക്കായി, അങ്ങയുടെ പക്കലുള്ള സമാധാനത്തിനായി കർത്താവെ, അപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുത്തെ ആത്മാവ് തരുന്ന ദാഹത്തിനായി, വിശപ്പിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അത് ഞങ്ങൾ ഒരേ സമയത്ത് തന്നെ ദുഃഖിപ്പിക്കുകയും അതേ സമയത്ത് തന്നെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന, ഒരേ സമയത്ത് തന്നെ കർത്താവ് ഞങ്ങൾ ഞരക്കത്തിലൂടെ വിടുകയും അതേ സമയത്ത് തന്നെ സ്വർഗീയ ആനന്ദം, പുത്രത്വത്തിൻ്റെ ആനന്ദത്തിലൂടെ ഞങ്ങൾ നടത്തുകയും ചെയ്യുന്ന അത്ഭുതകരമായ ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.